Okay. Good evening, all of you. Yes. Okay. നമ്മള് ഞാനിനി ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇന്നു മുതൽ ഈവനിങ് ക്ലാസ് ആയിരുന്നു അല്ലെ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈവനിങ് ക്ലാസ് ആയിരിക്കും. നമ്മുടെ ഇൻകം ടാക്സിന്റെ ടോപ്പിക്കുകൾ ഇന്നത്തോടെ കംപ്ലീറ്റ് ആവാണ്. ഇതിന്റെ 2 ചാപ്റ്ററാണ് ബാക്കി നിൽക്കുന്നത് ഇൻകം ടാക്സ്. അപ്പൊ ഇൻകം ടാക്സിന്റെ ക്ലാസ് നമ്മൾ ഇന്നത്തോട് കൂടിയിട്ട്, അതായത് ഈ 2 ചാപ്റ്ററും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് കംപ്ലീറ്റ് ആവും. നാളെ മുതൽ GST ആണ്. GST ഇതുപോലെ നിങ്ങൾക്ക് വൈകിട്ടായിരിക്കും 2 അവർ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെ ആയിരിക്കും GSTയുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ 7 to 9 നമുക്ക് 2 മണിക്കൂർ എടുത്തിട്ട്, GST നമുക്ക് തിയറി പോർഷൻ ആണ്, അത് കാരണം ഒരുപാട് സമയം എടുക്കുന്നില്ല. ഓക്കെ. അപ്പോ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 2 മണിക്കൂർ വെച്ചിട്ടായിരിക്കും GSTയുടെ നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ. അപ്പൊ അത് GST നമുക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. നാളെ മുതൽ 3 ദിവസമായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. ഓക്കെ. ഞാൻ ഈ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ഇൻകം ടാക്സ് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. നമുക്കിനി ബാക്കി നിൽക്കുന്നത് ചാപ്റ്റർ 7 TDS and TCS, tax deducted at source and tax collected at source. Okay. ഇത് തിയറി ചാപ്റ്റേഴ്സ് ആണ്, തിയറി ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ നോക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ നോട്ടിൽ എഴുതുകയോ ചെയ്യാം. ഓക്കെ. ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും? കിട്ടിയിട്ടില്ല. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് വളരെ കുറച്ച് ഭാഗം മാത്രമേ പ്രോബ്ലം ഉള്ളൂ. കംപ്ലീറ്റ് തിയറിയാണ്. കുറെ ആൾക്കാര് നോ എന്ന് പറയുന്നുണ്ട്, കുറെ ആൾക്കാര് യെസ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഓക്കെ. കുറച്ച് കുട്ടികൾക്ക് കിട്ടി എന്ന് പറയുന്നുണ്ട്, കുറച്ച് കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയവര് ടെക്സ്റ്റിൽ നോക്കിക്കോളൂ. കിട്ടാത്തവരെ നിങ്ങളിപ്പോ ഞാൻ ഈ പറയുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നോട്ടിൽ എഴുതിയെടുക്കുക കേട്ടോ. പ്രോബ്ലം പാർട്ട് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ആ ഭാഗം കൂടെ നമുക്ക് ഇതിലെ ചെറിയ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 ചാപ്റ്ററും വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ. അപ്പോ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ 7 TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആൻഡ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഇത് വളരെ വെയിറ്റേജ് കുറഞ്ഞ ഒരു ചാപ്റ്റർ ആണ്. പരമാവധി നമുക്ക് ഇതൊരു 3 മാർക്കിന്റെ ചോദ്യമാണ് വരിക. മാക്സിമം പോയ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ. പരമാവധി. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വളരെ ചെറിയ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇന്ന് ചോദിച്ചിട്ടുള്ളത്. ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് എന്താണ് TDS, എന്താണ് TCS എന്നാണ് പഠിക്കുന്നത്. ഓക്കെ. TDS എന്ന് പറഞ്ഞാല് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. TCS എന്ന് പറഞ്ഞാല് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. ഓക്കെ. ഇതിലാദ്യം TDS എന്താണ്? ഇവിടെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ എല്ലാവരും ഒന്ന്, അത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്താലും കുഴപ്പമില്ല.
എന്താണ് TDS? The concept of TDS was introduced with an aim to collect the tax from very source of income. ഒരാൾക്ക് ഇൻകം കിട്ടുമ്പോൾ ആ ഇൻകത്തിൽ നിന്നും കളക്ട് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ TDS എന്ന് പറയുന്നത്. As per this concept, the person deductor who is making liable to make payment of specified nature to another person shall deduct the tax at source and remit the same into the account of central government. The deductee from whose income tax has been deducted at source will be entitled to get credit of the amount, so deducted on the basis of 26 years. ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ് TDS എന്ന് പറയുന്നത്? അപ്പൊ ഇതിപ്പോ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ പറഞ്ഞത്. TDS എന്താണ്? ഇവിടെ നിങ്ങൾ ഈ ഡയഗ്രാം നോക്കുക. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റിലെ ഡയഗ്രാം നോക്കാം, അല്ലെങ്കിൽ ഈ ഡയഗ്രാം ജസ്റ്റ് നോക്കാം. ഒരു കമ്പനി, ഇപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു കമ്പനി ആയിക്കോട്ടെ, ഇതൊരു കമ്പനിയാണ്. അപ്പൊ CCA ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. ഇത് വളരെ ചെറിയൊരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, വളരെ ചെറിയൊരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, CCA ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. ഈ കമ്പനിയിലെ ഒരു ജോലിക്കാരനാണ് A എന്ന് പറയുന്നത്. ഓക്കെ, ഈ കമ്പനിയിലെ ഒരു ജോലിക്കാരനാണ് A എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾക്ക് 12 ലക്ഷം രൂപ CCA ലിമിറ്റഡ് ശമ്പളം കൊടുക്കുന്നുണ്ട്. 12 ലക്ഷം രൂപ CCA ലിമിറ്റഡ് ശമ്പളം കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ 12 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്ന സമയത്ത് 1 ലക്ഷം രൂപ അതിന് മീതെ TDS ആണ്. അതായത് 2.5 ലക്ഷം രൂപയ്ക്ക് മീതെ ശമ്പളം കൊടുക്കുമ്പോൾ ആ ശമ്പളത്തിന്റെ ടാക്സ് എത്രയാണോ ആ ടാക്സ് TDS ആയിട്ട് ശമ്പളം കൊടുക്കുന്ന ആള് ശമ്പളത്തിൽ നിന്നും, സാലറിയിൽ നിന്നും കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ TDS എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഇവിടെ 12 ലക്ഷം രൂപയാണ് ശമ്പളം കൊടുക്കുന്നത് ഒരു വർഷത്തേക്കെങ്കിൽ ഇയാളുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ കമ്പനി TDS ആയിട്ട് ഡിഡക്ട് ചെയ്തു. അത് എത്രയാണ് TDS എന്നുള്ള റേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ബാധകമല്ല. അതൊരു അവരുടെ ടാക്സ് പ്രാക്ടീഷണറോ അക്കൗണ്ടന്റോ ആണ് എത്രയാണ് TDS എന്നുള്ളത് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ആ TDS ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ 1 ലക്ഷം രൂപ TDS എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ്. അപ്പൊ ഈ 1 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു? TDS ആയിട്ട് കളക്ട് ചെയ്യുന്നു ഈ കമ്പനി. അപ്പൊ ഈ കമ്പനിയെ സംബന്ധിച്ച് ഈ TDS ഒരു ലൈബിലിറ്റിയാണ്. ഈ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് TDS എന്ന് പറയുന്നത് ഒരു തരം അഡ്വാൻസ് ടാക്സ് ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരു കമ്പനി ഒരു ജോലിക്കാരന് ശമ്പളം കൊടുക്കുമ്പോൾ ആ ശമ്പളം നമ്മൾ പഠിച്ചു 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ അയാൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, അപ്പൊ ആ ശമ്പളം 2.5 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യണം? TDS കട്ട് ചെയ്യണം. അതായത് അയാൾ അടയ്ക്കേണ്ട ടാക്സ് ആ കമ്പനി അയാളുടെ കയ്യിൽ നിന്ന് പിടിക്കണം. അങ്ങനെ പിടിച്ചിട്ട് വേണം ഇത് ബാക്കി ശമ്പളം കൊടുക്കാൻ പാടുള്ളൂ എന്നർത്ഥം. ഇപ്പൊ ഞാനാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ നിങ്ങളല്ല ടാക്സ് കൊണ്ടുപോയി അടയ്ക്കേണ്ടത്. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? ആ ടാക്സ് കളക്ട് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഷാൽ ഡിഡക്ട് ദ ടാക്സ് അറ്റ് എ സോഴ്സ് ആൻഡ് റെമിറ്റ് ദ സെയിം ഇൻ ടു ദി അക്കൗണ്ട് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ ഇവരെ സംബന്ധിച്ചൊരു ലൈബിലിറ്റിയാണ്, കാരണം ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട പൈസയാണ്. ഇയാളെ സംബന്ധിച്ച് ഇയാൾ ഒരു അഡ്വാൻസ് ടാക്സ് അടച്ച പോലെയാണ്. അപ്പൊ നമ്മൾ ഇന്നലെ ടാക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പഠിച്ചു. അപ്പോ അവസാനം എത്രയാണ് ടാക്സ് A അടയ്ക്കേണ്ടത് വെച്ചെങ്കിൽ ആ A അടയ്ക്കേണ്ട പൈസയിൽ നിന്നും ഈ TDS Aക്ക് മൈനസ് ചെയ്ത് ബാക്കി പൈസ അടയ്ക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇതാണ് TDS എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഈസ് ഇറ്റ് ക്ലിയർ? യെസ് ഓർ നോ? പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ കുട്ടികളെ യെസ് എന്ന് പറയാം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ, എഴുതി വെച്ചോളൂ. ചെറിയ ചെറിയ ടോപ്പിക്കാണ്, വളരെ ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. കോൺസെപ്റ്റ് ക്ലിയർ ആണ് അല്ലേ? അപ്പൊ എല്ലാ കുട്ടികളും ചെയ്യേണ്ടത്, ഒരു കാര്യം ചെയ്യേണ്ടത്, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. വളരെ ചെറിയൊരു കോൺസെപ്റ്റ് ആണ് TDS എന്ന് പറയുന്നത്, അല്ലാതെ ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ,
ഇനി അപ്പൊ ഈ TDS എന്തിന്റെ മീതെയാണ് TDS കളക്ട് ചെയ്യേണ്ടത്? TDS കളക്ട് ചെയ്യേണ്ടത് എന്തിന്റെ മീതെയാണ്? അതാണ് അടുത്ത ചോദ്യം. TDS കളക്ട് ചെയ്യേണ്ടത് എന്തിന്റെ മീതെയാണ്? നമ്മൾ പറഞ്ഞു സാധാരണഗതിയിൽ TDS സാലറിയുടെ മീതെയാണ് കളക്ട് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനാണ് കമ്പനി. ഓക്കെ, ഞാനാണ് കമ്പനി. ഞാൻ നിങ്ങൾക്ക് ശമ്പളം തരുന്നു. ഓക്കെ, നിങ്ങളുടെ പേര് A എന്നാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ശമ്പളം തരുന്നു. ശമ്പളം തരുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് തരുന്ന ശമ്പളം, ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ശമ്പളം 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയിൽ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ അടയ്ക്കേണ്ട TDS ഞാൻ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്യേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്. എന്നിട്ട് ഞാനിത് ഗവൺമെന്റിലേക്ക് അടയ്ക്കും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് TDS ഓൺ സാലറി എന്ന് പറയുന്നത്. പിന്നെ TDS മറ്റുള്ള പേയ്മെന്റുകളുടെ മീതെയും ചില പേയ്മെന്റുകളുടെ മീതെ TDS ഉണ്ട്. ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ലോട്ടറിയുടെ മീതെ TDS വരും 30%. ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. നിങ്ങൾക്ക് എല്ലാം ഒന്നും പഠിക്കാനില്ല, ഇതിലെ എല്ലാം ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, പിന്നെ ഡിവിഡന്റിന്റെ മീതെ TDS വരും 10%. ഓക്കെ, അത് എല്ലാ ഡിവിഡന്റിന്റെ മീതെ അല്ല, 10 ലക്ഷത്തിൽ കൂടുതലുള്ള ഡിവിഡന്റിന്റെ മീതെയാണ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിന്റെ മീതെ TDS വരുന്നുണ്ട് 10%. ഓക്കെ, പിന്നെ സാലറിയുടെ മീതെ TDS വരുന്നുണ്ട്. പിന്നെ വേറെയും കുറെ കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്, അതൊന്നും ആവശ്യമില്ല. ഞാൻ ഈ ടിക്ക് എന്ത് മാത്രം ഒന്ന് ഓർത്തു വയ്ക്കുക. റെന്റിന്റെ മീതെയും TDS വരാം. റെന്റിന്റെ മീതെയും TDS വരാം. അത് എത്ര ശതമാനം എന്നില്ല, ദാറ്റ് ഡിപ്പെൻഡ്സ്. സ്പെഷ്യൽ റേറ്റ് അല്ല, അത് സ്ലാബ് അടിസ്ഥാനത്തിൽ TDS എത്രയാണെന്ന് വെച്ചാൽ അത് വരാം. അതിന് ശതമാനം ഇല്ല. അപ്പൊ ഈ 5 സർവീസ് എല്ലാവരും ഓർത്തു വയ്ക്കുക. ശമ്പളം കൊടുക്കുമ്പോൾ അതിന് മീതെ TDS വരും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിന് മീതെ TDS വരും. ഡിവിഡന്റിന്റെ മീതെ TDS വരും. പിന്നെ വിന്നിംഗ് ഫ്രം ലോട്ടറിയുടെ മീതെ TDS വരും. റെന്റിന്റെ മീതെ TDS വരും. വേറെ കുറെ പേയ്മെന്റ് ഉണ്ട്. ബികോം പർപ്പസിന് ഈ ഒരു 5 പേയ്മെന്റ് നിങ്ങൾ ഓർത്തു വയ്ക്കാം. ഫോർ ബികോം പർപ്പസ്, ബികോം പർപ്പസിന് ഈ ഒരു 5 പേയ്മെന്റ് ഓർത്തു വയ്ക്കാം. ഇസ് ഇറ്റ് ക്ലിയർ? സ്ക്രീൻഷോട്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. മക്കളെ വേഗം വേഗം റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. വലിയ ആനക്കാര്യങ്ങളല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഓക്കെ, പ്ലീസ് റെസ്പോണ്ട്. 5 പേയ്മെന്റ് മീതെയാണ് സാധാരണഗതിയിൽ TDS വരുന്നത്. ഓക്കെ, നോട്ടിൽ എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം, അല്ലാത്തവർക്ക് ജസ്റ്റ് നോട്ട് ചെയ്യാം. റെന്റിന്റെ മീതെ TDS കളക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. റെന്റിന്റെ മീതെ TDS കളക്ട് ചെയ്യണം. അതായത് റെന്റ് ആരാണോ റെന്റ്, ഈ റെന്റിന്റെ മീതുള്ള TDS എന്ന് പറയുന്നത്, സപ്പോസ് നമ്മൾ സാധാരണ റെന്റ് കൊടുക്കുമ്പോൾ ആ റെന്റിന്റെ മീതെ ഒരു പ്രത്യേക എമൗണ്ടിൽ കൂടുതലാണ് നമ്മൾ റെന്റ് കൊടുക്കുന്നതെങ്കിൽ നമുക്കത് TDS കളക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇപ്പൊ ബിൽഡിംഗ്, ഈ ബിസിനസ്സുകാരൊക്കെ അല്ലേ, വലിയ വലിയ ബിസിനസ്സുകാർ, അവർക്കൊക്കെ അതിന് പെർസെന്റേജ് ഇല്ല കേട്ടോ. പെർസെന്റേജ് ഇല്ല, സ്ലാബ് റേറ്റ് ആണ്. അതിന് പെർസെന്റേജ് ഇല്ല, അതിന് സാധാ ഇൻകം ടാക്സിന്റെ റേറ്റ് ആണ്. അപ്പൊ ആ റേറ്റ് അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതിപ്പോ നമ്മൾ എത്ര പെർസെന്റേജ് എന്നുള്ളത് ഫിക്സഡ് പെർസെന്റേജ് അല്ല അതിന്. അപ്പൊ വലിയ വലിയ ബിൽഡിംഗ് ബിസിനസ്സുകാരൊക്കെ ഇല്ലേ, അവരൊക്കെ വലിയ ടൗണിലൊക്കെ ബിൽഡിംഗ് ഒക്കെ എടുത്ത് ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് റെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ റെന്റിന് മീതെ TDS കളക്ട് ചെയ്തിട്ട് റെന്റ് കൊടുക്കാവൂ എന്നാണ് നിയമം. അത് എല്ലാ റെന്റിനും ഇല്ല, അത് സാധാരണ ഒരു 25,000 മീതെ വരുമ്പോഴാണ് TDS വരുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? യെസ്, ഇതാണ് TDS എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഇനി അടുത്തത്, ആരാണ് TDS കളക്ട് ചെയ്യേണ്ടത്? ഹു ഈസ് ലയബിൾ ടു പേ TDS? ആരാണ് TDS കളക്ട് ചെയ്യേണ്ടത്? ഓക്കെ, എല്ലാവരും TDS കളക്ട് ചെയ്യണോ? അതാണ് ചോദ്യം. ഞാനിപ്പോ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, കമ്പനീസ് എന്തായാലും TDS കളക്ട് ചെയ്യണം. അപ്പൊ എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും TDS കളക്ട് ചെയ്യണം. ഓക്കെ, കോർപ്പറേറ്റ് കമ്പനികളല്ല. കാരണം ഇന്നലെ നമ്മൾ പഠിച്ചു, കമ്പനികൾക്കും അതുപോലെ ഫേമിനുമെല്ലാം ഓഡിറ്റിംഗ് കമ്പൽസറി ആണ്, അതുപോലെ റിട്ടേൺ ഫയലിംഗും കമ്പൽസറി ആണ്. അപ്പൊ എല്ലാ കമ്പനികളും അവരവരുടെ ജീവനക്കാർക്ക്, ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ TDS കളക്ട് ചെയ്തിരിക്കണം. അതായത് ഇപ്പൊ നാളെ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് ടാറ്റയിലോ ബിർളയിലോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് കമ്പനിയിലോ ഒക്കെ ആണെങ്കിൽ, ആ കമ്പനിയിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ മുഴുവൻ ശമ്പളം കിട്ടില്ല കേട്ടാ. നിങ്ങൾക്ക് എന്ത് കളക്ട് ചെയ്തിട്ട് ബാക്കി ശമ്പളം കിട്ടുള്ളൂ? TDS കളക്ട് ചെയ്തിട്ട് ബാക്കി ശമ്പളം കിട്ടുള്ളൂ എന്നർത്ഥം. TDS കളക്ട് ചെയ്തിട്ട് എല്ലാ കമ്പനികളും
TDS കളക്ട് ചെയ്യണം, നിർബന്ധമാണ്. എല്ലാ ഫേമുകളും നിർബന്ധമാണ്. പിന്നെ ഇതിന് പുറമെ അപ്പൊ കമ്പനിയാണ് ആദ്യത്തെ പാർട്ടി, 1 കമ്പനിയാണ്. ഇനി 2 an individual, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് എല്ലാവർക്കും ഇല്ല. An individual or HUF is not liable to deduct TDS. ഒരു ഇൻഡിവിജ്വൽ, ഇപ്പൊ ഞാൻ ഒരാൾക്ക് പേയ്മെന്റ് കൊടുക്കുകയാണ്, അപ്പൊ ഞാൻ TDS കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരാൾക്ക് പേയ്മെന്റ് കൊടുക്കുകയാണ്, നിങ്ങൾ TDS കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓഡിറ്റിങ്ങിന് വിധേയരല്ല. Except where an individual or HUF is carrying a business or profession where accounts are required to be audited under section 44AB. ശ്രദ്ധിച്ചു കേട്ടോളൂ, ഒറ്റ പ്രാവശ്യം പറയുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന പല കോൺസെപ്റ്റുകളും തിയറിറ്റിക്കൽ കോൺസെപ്റ്റുകളാണ്. ഈ തിയറിറ്റിക്കൽ കോൺസെപ്റ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിൽ കാര്യമായി പ്രോബ്ലം ചെയ്യാനോ കണക്കുകൾ ചെയ്യാനോ ഒന്നും ഇല്ല. ജസ്റ്റ് നമുക്ക് കേൾക്കുക മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ ചോദ്യം, ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു കമ്പനി TDS എന്തായാലും കളക്ട് ചെയ്യണം, ഷുവർ ആണ്, ദേ ഹാവ് ടു കളക്ട്, നോ ഡൗട്ട്. അതേസമയം ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF ഇവര് TDS കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ഇൻഡിവിജ്വലോ HUF TDS കളക്ട് ചെയ്യേണ്ട? കാരണം അവര് ഓഡിറ്റിങ്ങിന് വിധേയരല്ല. പക്ഷേ ഈ ഇൻഡിവിജ്വലോ HUFോ ഓഡിറ്റിങ്ങിന് ബാധകമാണെങ്കിൽ, ഓഡിറ്റിങ്ങിന് വിധേയരാണെങ്കിൽ, ഓക്കെ, എപ്പോഴാണ് ഓഡിറ്റിങ്ങിന് വിധേയരാവുക? അവര് PGBP ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സാധാരണക്കാര് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ബിസിനസ് ചെയ്തുകൂടെ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രൊഫഷൻ ചെയ്തുകൂടെ? അപ്പൊ ഇങ്ങനെ ഇവർക്ക് ഈ പ്രൊഫഷനോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകം 1 കോടിയിൽ മീതെയാണെങ്കിൽ അല്ലെങ്കിൽ 50 ലക്ഷത്തിൽ മീതെയാണെങ്കിൽ, ഓക്കെ, നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങളുടെ ഇൻകം 1 കോടിയിൽ കൂടുതലാണ്, ഓക്കെ, നിങ്ങളൊരു ഡോക്ടറാണ്, നിങ്ങളുടെ ഇൻകം 50 ലക്ഷത്തിൽ കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കണ്ട് നിങ്ങളുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. അങ്ങനെ ഓഡിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ശമ്പളം, നിങ്ങൾ കൊടുക്കുന്ന മറ്റുള്ള പേയ്മെന്റ്, അതിന്റെ മീതെയൊക്കെ TDS കളക്ട് ചെയ്തിരിക്കണം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മളെ പോലെ സാധാരണക്കാരൊന്നും TDS കളക്ട് ചെയ്യണ്ട. ഇപ്പൊ ഞാൻ ഓഡിറ്റിങ്ങിന് വിധേയനാകേണ്ട ആളാണെങ്കിൽ, ഞാൻ TDS കളക്ട് ചെയ്യും. എപ്പോഴാണ് ഞാൻ ഓഡിറ്റിങ്ങിന് വിധേയനാകേണ്ടത്? ഞാനൊരു ബിസിനസ്സുകാരനാണ്, കമ്പനി അല്ലാത്തൊരു ബിസിനസ്സുകാരനാണ്. കമ്പനി അല്ലാണ്ട് വേറെ ബിസിനസ്സുകാരില്ലേ? നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കമ്പനി അല്ലല്ലോ, സാധാരണ ട്രേഡേഴ്സ് അല്ലേ? അവർക്കൊക്കെ ഇപ്പൊ ഞാനൊരു ബിസിനസ്സുകാരനാണ്, എനിക്ക് 1 കോടിയിൽ കൂടുതൽ ഇൻകം ഉണ്ട്, അപ്പൊ ഞാൻ ഓഡിറ്റിങ്ങിന് വിധേയനാവണം. അപ്പൊ ഞാൻ കൊടുക്കുന്ന പേയ്മെന്റിലൊക്കെ ഞാൻ TDS കളക്ട് ചെയ്യണം. ഞാനൊരു ഡോക്ടറാണ്, വക്കീലാണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്, അപ്പൊ എനിക്ക് സ്റ്റാഫ് ഉണ്ട്. അപ്പോ എന്റെ ഇൻകം 50 ലക്ഷത്തിൽ കൂടുതലാണ്, എനിക്ക് സ്റ്റാഫുകൾ ഉണ്ട്, അപ്പൊ ഞാൻ ശമ്പളം കൊടുക്കുമ്പോൾ TDS കളക്ട് ചെയ്യും. അല്ലാത്തവരൊന്നും TDS കളക്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് ഒരു കടയുണ്ട്, ആ കടയിൽ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ 4-5 ജീവനക്കാരുണ്ട്, അവർക്ക് 3000-4000 രൂപയൊക്കെ വെച്ചിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്. അവര് TDS കളക്ട് ചെയ്യണോ? വേണ്ട. ഒന്നാമത്തെ കാര്യം, അവർക്ക് ഇൻകം അവരുടെ ഇൻകം ടാക്സിന് മീതെയല്ല, അവരുടെ ഇൻകം എന്ന് പറയുന്നത് ലിമിറ്റിന് മീതെയല്ല. ഇനിയിപ്പോ ലിമിറ്റിന് മീതെ ആണെങ്കിൽ തന്നെ ഈ സ്ഥാപനം ചിലപ്പോൾ ഓഡിറ്റിങ്ങിന് വിധേയനാകേണ്ട സ്ഥാപനമായിരിക്കില്ല, ചെറിയ സ്ഥാപനമായിരിക്കും. അപ്പൊ വലിയ വലിയ സ്ഥാപനങ്ങളിലെ ആളുകളുടെ കയ്യിൽ നിന്ന് TDS കളക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ 2 പാർട്ടീസ് ആണ് ഇവിടെ TDS കളക്ട് ചെയ്യേണ്ടത്. ഒന്നാമത് കമ്പനീസ് ആണ്, രണ്ടാമത് ഇൻഡിവിജ്വൽ HUF ഒക്കെ TDS കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ ഓഡിറ്റിങ്ങിന് വിധേയരാകേണ്ട ആൾക്കാരാണെങ്കിൽ അവർ TDS കളക്ട് ചെയ്യണം. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇതാണ് 2 തരം. ആരൊക്കെയാണ് TDS കളക്ട് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക ഡൗട്ടുകളെ, ഒറ്റ മിനിറ്റ് റെസ്പോണ്ട് ചെയ്യണ്ട, ജസ്റ്റ് ലിസൺ. നമ്മൾ പറഞ്ഞത്, ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്താണ്, എന്താണ് TDS എന്ന് പറഞ്ഞു, TDS എന്താണെന്ന് പറഞ്ഞു, ഓക്കെ, പിന്നെ TDS എന്താന്ന് പറഞ്ഞു, എന്തിന്റെ മീതൊക്കെയാണ് TDS കളക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ഇനി ആരാണ് TDS കളക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പക്ക പെർഫെക്റ്റ് ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യൂ. ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ ചെറിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസും കൂടിയാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ബോയ്സ് ആൻഡ് ഗേൾസ്? പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, എന്താണ് TDS, എപ്പോഴാണ് കളക്ട് ചെയ്യേണ്ടത്? ക്ലിയർ ആണല്ലോ കുട്ടികളെ? യെസ്, സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവർ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. നിങ്ങളുടെ കയ്യിൽ വേറെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് വായിച്ചു നോക്കുക. പക്ഷെ അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഞാനതാ പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുത്തോളാൻ.
ഓക്കെ. ഇനി മറ്റൊരു കോൺസെപ്റ്റ് ആണ്. ഈ കോൺസെപ്റ്റിന്റെ പേര് എന്താണ്? TCS. ഇതിന്റെ പേര് TCS എന്നാണ്. TCS. ഓക്കെ. ലോ സാലറി ആണെങ്കിൽ കളക്ട് ചെയ്യണ്ട. TDS കളക്ട് ചെയ്യാൻ പറഞ്ഞാല് ഈ സ്റ്റാഫിന് 2.5 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം വരുന്നുണ്ടെങ്കിൽ മാത്രമേ കളക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഹമീദ്, ഇപ്പൊ നിങ്ങൾ ഒരാൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, ആ ശമ്പളം ഇപ്പൊ ഹമീദ് ഒരാൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ശമ്പളം 2.5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ മാത്രമേ കളക്ട് ചെയ്യേണ്ട ആവശ്യം. അതും നമ്മൾ ഓഡിറ്റിങ്ങിന് വിധേയരായ ആൾക്കാരാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കളക്ട് ചെയ്യേണ്ട ആവശ്യം. അപ്പൊ ഞാൻ 2 സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്, എനിക്കൊരു സ്റ്റാഫ് ഉണ്ട്, എന്റെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഉണ്ട്. ആ സ്റ്റാഫിന് ഞാൻ ശമ്പളം കൊടുക്കുമ്പോൾ TDS കളക്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഓഡിറ്റിങ്ങിന് വിധേയനാകുന്ന ആളാണെങ്കിൽ മാത്രമേ TDS കളക്ട് ചെയ്യുള്ളൂ. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ കാര്യം, അയാളുടെ ശമ്പളം 2 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ മാത്രമേ അപ്പോഴും TDS കളക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ എന്തിനാ കളക്ട് ചെയ്യുന്നത്? കാരണം അയാൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനല്ലോ. നമ്മൾ കൊടുക്കുന്ന ശമ്പളം ടാക്സബിൾ അല്ലോ. ഓക്കെ, ഇസ് ഇറ്റ് ഓക്കെ? ക്ലിയർ. ഇനി പറയുന്നത് ഒരു വെറൈറ്റി ടേം ആണ്. ആ വെറൈറ്റി ടേം TCS എന്നാണ്. എന്താണ്? TCS, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഇത് ഒരു തരം GST പോലത്തെ സാധനമാണ്. ഇത് ഒരു തരം GST പോലത്തെ സാധനമാണ്. അതായത് ഇവിടെ സാധാരണ ഇൻകം ടാക്സ് ഇൻകം കിട്ടുന്ന ആളല്ലേ ടാക്സ് അടയ്ക്കേണ്ടത്. ഇൻകം കിട്ടുന്ന ആളാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം എന്താ? ആർക്കാണോ ഇൻകം കിട്ടുന്നത് അവരാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഇവിടെ ഇൻകത്തിന്റെ സെല്ലറാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ടാക്സ് അടയ്ക്കേണ്ടത് സെല്ലറാണ്. വളരെ അപൂർവം കേസുകൾ മാത്രമേ ഉള്ളൂ. ഇതൊരു റെയർ കേസാണ്. ദിസ് ഈസ് എ റെയർ കേസ്. ഓക്കെ, ഇവിടെ സെല്ലർ എന്ത് ചെയ്യണം? സെല്ലറാണ് ടാക്സ് അടയ്ക്കുന്നത്, ഇൻകം കിട്ടുന്ന ആളല്ല. അതായത് ഇൻകത്തിന് വഴി തെളിയിച്ചു കൊടുക്കുന്ന ആളാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, എന്താണ് അബ്ദുൽ ഹക്കീം ചോദിക്കുന്നത്? ഫ്രീലാൻസ് ജോബിനൊന്നും TDS ഇല്ല കേട്ടാ. ഒരു എംപ്ലോയർ ഓഡിറ്റബിൾ ആണെങ്കിൽ മാത്രമേ TDS ഉള്ളൂ. ഓക്കെ, അബ്ദുൽ ഹക്കീം ചോദിക്കുന്നുണ്ട് ഫ്രീലാൻസ് ആയിട്ട് ജോബ് ചെയ്യുന്നവർ കിട്ടുന്ന പൈസയ്ക്ക് അവർ സ്വന്തമായിട്ട് ടാക്സ് അടയ്ക്കാം. എംപ്ലോയർ ഓഡിറ്റബിൾ ആണെങ്കിൽ മാത്രം, കാരണം അവർക്ക് എംപ്ലോയർ ഇല്ലല്ലോ. എംപ്ലോയർ ഓഡിറ്റബിൾ ആണെങ്കിൽ മാത്രമേ ടാക്സ് അടയ്ക്കൂ കേട്ടോ. ശരി, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ അബ്ദുൽ ഹക്കീമെ. ശരി, ഇനി TCSന്റെ കേസ് എന്താ പറയുക? TCS ഒരു റെയർ കേസാണ്. TCSൽ സെല്ലർ എന്ത് ചെയ്യാണ്? ടാക്സ് അടയ്ക്കണം. എന്ന് വെച്ചാല് ഇപ്പോ ചില മേഖലകളുണ്ട്, ഗവൺമെന്റ് പറയുന്നത് ചില മേഖലകൾ. ഇപ്പൊ എന്റെ സ്ഥലം, ഞാനൊരു വലിയ കോർപ്പറേറ്റ് കമ്പനിയാണ്. ഞാൻ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ യൂസഫ് അലി, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ യൂസഫ് അലിക്ക് ലുലു മാളുണ്ട്, എറണാകുളത്ത് ലുലു മാളുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ലോകത്തിന്റെ പല പല ഭാഗങ്ങളിലും ഒരുപാട് ബിസിനസ്സുകളുണ്ട്, കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ഒരാളാണ്. അപ്പൊ ലുലുവിന്റെ കേസ് എടുക്കാം. അപ്പൊ യൂസഫ് അലിയുടെ നമ്മുടെ എടപ്പള്ളിയിലുള്ള ലുലു മാൾ, ഈ ലുലു മാളിന്റെ സംഭവം എന്താ വെച്ചാൽ യൂസഫ് അലി ടാക്സ് അടയ്ക്കണം, അതൊക്കെ വേറെ കാര്യം. ലുലു മാളിന്റെ ഇൻകത്തിന് മീതെ യൂസഫ് അലി ടാക്സ് അടയ്ക്കണം, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഈ യൂസഫ് അലിയുടെ ലുലു മാളിലൂടെ ജീവിച്ചു പോകുന്ന കുറെ ചെറുകിടക്കാരുണ്ട്. യൂസഫ് അലിയുടെ ലുലു മാളിലൂടെ ജീവിച്ചു പോകുന്ന ഒരു ചെറുകിടക്കാരുണ്ട്. പക്ഷെ ആ ചെറുകിടക്കാരിൽ പലരും വൻകിടക്കാരാണ്. ഉദാഹരണം പറഞ്ഞാല് ഞാനിപ്പോ ഈ ഹിന്ദുസ്ഥാൻ ഈ ഒരു എക്സാമ്പിൾ പറ്റിയിട്ട് ലുലു മാളിന്റെ ഉടമസ്ഥൻ യൂസഫ് അലിയാണ്. അദ്ദേഹത്തിന്റെ ലുലു മാളില് പാർക്കിങ്ങിന്, നിങ്ങൾ ലുലു മാളിൽ എടപ്പള്ളിയിൽ ലുലു മാളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവിടെ പാർക്കിംഗ് ചെയ്യുന്നത് അവരല്ല, ലുലു മാളിന്റെ ആൾക്കാരല്ല, അതൊരു ഏജൻസിക്ക് വിട്ടുകൊടുത്തിരിക്കുക. ആ പാർക്കിംഗ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അത് അവർ അവിടെ സ്റ്റാഫ് വന്നിട്ട് നമ്മൾക്ക് പാർക്കിംഗുള്ള സ്ഥലം തരുന്നു, എന്നിട്ട് നമ്മുടെ കയ്യിൽ പൈസ വാങ്ങുക ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു ഏജൻസിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗവൺമെന്റ് പറയുന്നത് എന്താ വെച്ചാൽ സത്യത്തിൽ ഈ പാർക്കിങ്ങിന്റെ വരുമാനത്തിന്റെ മീതെ പാർക്കിംഗിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ ഏജൻസിക്കുള്ളതാണ്. അതിന് ലുലുവിനെ ഒരു ചെറിയ കമ്മീഷൻ കൊടുക്കേണ്ടി വരും, ബാക്കി അവർക്കുള്ളതാണ്. അപ്പൊ സത്യത്തിൽ ഇവരാണ് ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷെ ഗവൺമെന്റ് പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഈ പാർക്കിങ്ങിന്റെ ഏജൻസി ഇല്ലേ, ആ പാർക്കിങ്ങിന്റെ ഏജൻസിയേക്കാൾ കൂടുതൽ അറിയാം ലുലുവിനെയാണ്. ഈ പാർക്കിംഗ് എന്നൊക്കെ പറയുന്നത് ചെറിയ ബിസിനസ് ആണ്. എന്ന് വെച്ചാൽ ലുലു മാൾ എന്ന് പറയുന്ന വമ്പൻ ഒരു ബിസിനസിന്റെ വളരെ ചെറിയൊരു സംഭവമാണ്. ലുലു മാളിൽ ഒരു വലിയ സ്രാവാണെങ്കിൽ അതിന്റെ വായിൽ കുടുങ്ങിയ ചെറിയൊരു പരൽമീനാണ് ഈ പാർക്കിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പം ലുലു മാളിന്റെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങാനാണ്. കാരണം പാർക്കിങ്ങിന്റെ ആൾക്കാർ ചിലപ്പോൾ മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ അവിടെ സെക്യൂരിറ്റി പണിക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്.
ടോളിന്റെ ആൾക്കാരുണ്ട്, കണ്ടോ, ടോളിന്റെ ആൾക്കാരുണ്ട്. ഇത്തരം ആൾക്കാരൊക്കെ എന്താ വെച്ചെങ്കിലേ അവരൊക്കെ ചെറിയ ചെറിയ ഏജൻസികളാണ്. അപ്പൊ പറയുന്നത് ലുലു മാള് പാർക്കിങ്ങിന് പൈസ കൊടുക്കില്ലേ? ലുലു മാൾ ഇവിടെ സെല്ലറാണ്, പാർക്കിങ്ങിന്റെ സ്ഥലം അവർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിൽക്കുന്ന സമയത്ത് ആ പാർക്കിങ്ങിന്റെ സ്ഥലം അവർക്ക് വിൽക്കുന്നില്ലേ? ആ വിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? പാർക്കിങ്ങിന്റെ സ്ഥലം അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്തിന് അവർ നമുക്ക് എന്ത് ചെയ്യും? പൈസ തരും. ഓക്കെ, ആ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്തിന് അവർ നമുക്ക് പൈസ തരും. എന്നിട്ട് അവർ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യാണ് ചെയ്യാം. അവർ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യും. ഇപ്പൊ ലുലു മാൾ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ പാർക്കിങ്ങിന്റെ സ്പോട്ട് നിങ്ങൾ എടുത്തോളൂ, ഞങ്ങൾക്ക് ഇത്ര പൈസ തന്നാൽ മതി. ആ പൈസ വാങ്ങുന്നതിന്റെ ഒപ്പം തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു TCS കൂടെ കളക്ട് ചെയ്തോളാം. ഇവർക്ക് കിട്ടാൻ പോകുന്ന വരുമാനത്തിന് മീതെ 1% പാർക്കിങ്ങിനൊക്കെ ഇവിടെ വരുന്നത് 1%, ഒരു ചെറിയ ശതമാനം ടാക്സ് അതിന്റെ കൂടെ തന്നെ കളക്ട് ചെയ്തോളാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ സാധാരണ 1% ആണ് TCS വരിക. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ലുലു മാളാണ്, നിങ്ങൾക്ക് ഞാൻ പാർക്കിങ്ങിനായിട്ട് സ്ഥലം തന്നു. ഈ പാർക്കിങ്ങിനായിട്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലം തരുമ്പോൾ നിങ്ങൾ എനിക്ക് എന്ത് തരുന്നുണ്ട്? കമ്മീഷൻ തരുന്നുണ്ട് ഇല്ലേ? ഓക്കെ, അപ്പൊ ആ കമ്മീഷൻ എനിക്ക് തരുന്ന സമയത്ത് ആ കമ്മീഷൻ കൂടെ നിങ്ങളുടെ നിന്ന് ടാക്സും കൂടെ വാങ്ങിച്ചോളൂ. അതാണ് ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ പറയുന്നത്? വെച്ചാൽ ഈ പാർക്കിംഗ് എടുക്കുന്ന ഏജൻസി വളരെ ചെറിയ സ്ഥാപനമായിരിക്കും. അവരെ കണ്ടെത്താനും അവരെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാനൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവരുടെ നിന്ന് ഒരു ചെറിയ ശതമാനം ടാക്സ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വാങ്ങിച്ചു വെച്ച കണക്കില് ഈ പറയുന്ന സ്ഥാപനം ഇൻകം ടാക്സിന്റെ റെക്കോർഡ് ബുക്സ് ഓഫ് റെക്കോർഡിൽ കയറി. ഇനി ബാക്കിയുള്ളത് ഇൻകം ടാക്സുകാർ കളക്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ അവരെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഇതൊക്കെ. ചിലപ്പോൾ ഇവര് ഇൻകം ടാക്സിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോകും, ഇവര് ഇൻകം ടാക്സ് അടയ്ക്കാതെ പോകും. അങ്ങനെയൊക്കെയുള്ള അനുഭവമുള്ള ആൾക്കാർ, ഇവരൊക്കെ തരികിടകളാണ്. അപ്പൊ അതുകൊണ്ട് അവരിൽ നിന്ന് 1%, ചെറിയൊരു ശതമാനം ടാക്സ് കളക്ട് ചെയ്യാനാണ് പറയുന്നത്. ബാക്കിയുള്ളത് അവര് എന്ത് ചെയ്തോളും? നേരിട്ട് അടച്ചോളും. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് TCS എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള തരികിട ബിസിനസ്സുകൾ അത് ഏതൊക്കെയാ പ്രധാനമായിട്ട് വെച്ചെങ്കിൽ പാർക്കിംഗ് ലോട്ട്, ടോൾ പ്ലാസ, സ്ക്രാപ്പിന്റെ ബിസിനസ്. ഒരു ഉദാഹരണം പറഞ്ഞാല് സ്ക്രാപ്പിന്റെ ബിസിനസ്. എന്താണ് ഈ സ്ക്രാപ്പിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാല്? സ്ക്രാപ്പിന്റെ ബിസിനസ് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ നമ്മളൊരു മാനുഫാക്ചറിങ് കമ്പനി നടത്തുന്നുണ്ട്. ആ മാനുഫാക്ചറിങ് കമ്പനി ഇപ്പൊ ടാറ്റ എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഈ ടാറ്റ എന്ന് പറഞ്ഞ മാനുഫാക്ചറിങ് കമ്പനിയിലെ ഇപ്പൊ എറണാകുളത്തുള്ള ടാറ്റയുടെ ഫാക്ടറിയില് ആ ഫാക്ടറിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്. കാറുകൾ, അല്ലെങ്കിൽ അവരുടെ മെയിൻ ഫാക്ടറികൾ പോയാൽ കാറ്, ലോറി, അവർക്കെല്ലാം മാനുഫാക്ചറിങ് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ കണ്ടമാനം സ്ക്രാപ്പ് ഉണ്ടാവും. ഈ സ്ക്രാപ്പ് അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഈ ആൾക്കാർക്കൊക്കെ ഇത് വിറ്റിട്ട് വലിയ വരുമാനം കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവരൊക്കെ ചെറിയ ആൾക്കാർ എന്നുള്ള വ്യാജന ടാക്സ് അടയ്ക്കാതെ മുങ്ങി നടക്കുകയാണ്. അപ്പൊ ഈ ഗവൺമെന്റ് പറയുന്നത് എന്താ വെച്ചെങ്കിലേ, നിങ്ങൾ ഇങ്ങനെ സ്ക്രാപ്പ് വെക്കില്ലേ, ഈ സ്ക്രാപ്പ് വെക്കുമ്പോൾ ആർക്കാണോ സ്ക്രാപ്പ് വെക്കുന്നത് അവരിൽ നിന്ന് 1% TCS വാങ്ങിച്ചു വെച്ചോളാം, 1% ടാക്സ് വാങ്ങിച്ചു വെച്ചോളാം. ഓക്കെ, ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാൻ ഒരു 10 ലക്ഷം രൂപയുടെ സ്ക്രാപ്പ് വിറ്റു, അതിന്റെ കൂടെ 1% ടാക്സ് വാങ്ങിച്ചു വെച്ചോളാം. ഓക്കെ, ബാക്കിയുള്ളത് അവരിഞ്ഞ് കണക്കില് ബാക്കി അവർക്ക് ലാസ്റ്റ് അസസ്മെന്റ് ഒക്കെ കഴിയുമ്പോൾ അവരിന്ന് വാങ്ങിച്ചോളൂ. അപ്പൊ അവരുടെ റെക്കോർഡിൽ വന്നു. അതിനാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ സ്ക്രാപ്പ്, അതുപോലെ ഇതിലെല്ലാം നിങ്ങൾ ഓർത്തു വെക്കേണ്ട, നിങ്ങൾ ഇപ്പൊ ഈ രണ്ടെണ്ണം ഓർത്തു വെക്കുക, പാർക്കിംഗ് ലോട്ടും ടോൾ പ്ലാസയും ഓർത്തു വെക്കുക, സ്ക്രാപ്പ് ഓർത്തു വെക്കുക. പിന്നെ അതുപോലെ ടിംബർ, മരക്കച്ചവടം. ഇപ്പൊ വനം കൊള്ള എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചർച്ച നടക്കുന്നുണ്ട് അല്ലേ? മരക്കച്ചവടം, മരക്കച്ചവടത്തിന്റെ ആൾക്കാർ. പിന്നെ അതുപോലെ ആൽക്കഹോളിക് ലിക്വറിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. ഇത്തരം ആളുകളുടെ എന്നൊക്കെ ഇവർക്ക് ഈ സാധനം വിൽക്കുമ്പോൾ തന്നെ അവരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് വെച്ചോളാം. കാരണം ഇവർ നമ്മുടെ ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി അത് നാട്ടുകാർക്ക് വിറ്റിട്ട് പൈസ കിട്ടിയാൽ അവർ ടാക്സ് അടക്കില്ല, അവർ മുങ്ങി നടക്കും. അപ്പൊ അത് കാരണം ഈ വിൽക്കുന്ന നമ്മളില്ലേ, നമ്മൾ കൃത്യമായിട്ട് ഫയൽ ചെയ്യുന്ന ആൾക്കാരാണ്, വലിയ വലിയ കമ്പനികളാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ടാക്സ് വാങ്ങിച്ചു വെക്കുക. അപ്പൊ എന്ത് ചെയ്യാം? ഈ ഒരു കുറച്ച് ടാക്സിന്റെ റെക്കോർഡ് വെച്ചിട്ട് ബാക്കിയുള്ള ടാക്സ് അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് TCS എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോ BCom സിലബസിലെ TCS ഇല്ലല്ലോ എന്ന് ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്. TCS ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളിത് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഒരിക്കലും BComന്റെ സിലബസിന് വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഒരു ജനറൽ ആയിട്ട് ഒരു അറിവുണ്ടാവട്ടെ എന്ന് കൂടെ വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ BComന്റെ സിലബസിൽ ചോദിക്കായിരിക്കാം. സിലബസിൽ ഉണ്ട് സംഭവം, TCS ഉണ്ട്. പക്ഷെ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും BCom സിലബസ് പോകുന്നില്ല. എന്നാലും നമുക്കിത് മനസ്സിലാക്കി വെക്കാം. രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്, TDS ഉണ്ട്, TCS ഉണ്ട്. അപ്പോ TDS ഓൾറെഡി നമ്മൾ പറഞ്ഞു. TCS എന്താന്ന് വെച്ചാല് ചില പ്രത്യേക സാധനങ്ങൾ വിൽക്കുമ്പോൾ, ഇത്രേ ഉള്ളൂ, ചില പ്രത്യേക സാധനങ്ങൾ വിൽക്കുമ്പോൾ, എല്ലാ സാധനങ്ങളും അല്ല, ചില പ്രത്യേക സാധനങ്ങൾ വിൽക്കുമ്പോൾ ആ വിൽക്കുന്ന ആൾക്കാരെ ടാക്സ് വാങ്ങണം. ഓക്കെ, അങ്ങനെ വാങ്ങുന്നതിനാണ് TCS എന്ന് പറയുന്നത്. അത് എല്ലാ സാധനങ്ങളും വിൽക്കുമ്പോൾ ഇല്ല.
ഓക്കെ, അതെന്തൊക്കെയാണ്? പാർക്കിങ്ങിന് സ്ഥലം കൊടുക്കുമ്പോൾ, ടോൾ പ്ലാസ കൊടുക്കുമ്പോൾ, സ്ക്രാപ്പ് കൊടുക്കുമ്പോൾ, ടിമ്പർ കൊടുക്കുമ്പോൾ, ആൽക്കഹോൾ കൊടുക്കുമ്പോൾ, ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വാങ്ങുന്ന ആൾ കൊണ്ടുപോയി വിറ്റ് ഇൻകം കിട്ടിയിട്ട് ടാക്സ് അടയ്ക്കേണ്ടതാണ്. പക്ഷെ അവർ അടയ്ക്കാത്തത് കൊണ്ട് അവരെ ഇപ്പൊ തന്നെ കളക്ട് ചെയ്ത് വെക്കാനാണ് പറയുന്നത്. അത് അവര് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ബുക്സ് ഓഫ് റെക്കോർഡ് അനുസരിച്ചിട്ട് മോശമായിട്ടുള്ള ആൾക്കാരാണ്. സാധാരണ ഏറ്റവും കൂടുതൽ ടാക്സ് വെട്ടിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് TCS കളക്ട് ചെയ്യുന്നത് പറയുന്നത്. മൈ ഡിയർ സ്റ്റുഡൻസ്, ഈസ് ഇറ്റ് ക്ലിയർ? കോൺസെപ്റ്റ് ക്ലിയർ ആണ് കുട്ടികളെ? ഞാനിപ്പോ ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്തതിന്റെ ഒരു സൗണ്ട് കുറവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ 4 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. 4 കാര്യങ്ങൾ, അതായത് പാർക്കിംഗ് ലോട്ട്, ടോൾ പ്ലാസ, സ്ക്രാപ്പ്, ടിമ്പർ, ആൽക്കഹോൾ. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ വിൽക്കുമ്പോൾ സത്യത്തിൽ അവരടയ്ക്കേണ്ട ടാക്സ് ആണ്. പക്ഷെ അത് എന്ത് ചെയ്യുക? നമ്മൾ ആ വിൽക്കുന്ന ആള് കളക്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, വേറെയും കുറച്ച് കാര്യങ്ങളുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. അതിപ്പോ എല്ലാം നമുക്ക് വേണ്ട. നമുക്ക് എന്താ വെച്ചാൽ മാർക്ക് നന്നായി കിട്ടണം. നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇപ്പൊ ഇതുവരെ ഒരു 90%, 80% പോർഷൻസ് നമ്മുടെ കംപ്ലീറ്റ് ആയപ്പോ അതിലൊക്കെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? എല്ലാവരും ഇത് സ്ക്രീൻഷോട്ട് എടുത്തല്ലോ. നോട്ട് ചെയ്യേണ്ട ആൾക്കാർ നോട്ട് ചെയ്തോളൂ. പിന്നെ ചില കുട്ടികൾ ഇപ്പൊ ഡെൻസി എന്ന് തോന്നുന്നു നേരത്തെ ചോദിച്ചു, സാർ ഇത് ബികോമിന് ഇമ്പോർട്ടന്റ് ആണോ ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഞാൻ ബികോമിന് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഇമ്പോർട്ടന്റ് ഒക്കെ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ബികോമിന് ആവശ്യമില്ലെങ്കിലും നാളെ ഒരു ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഇത് ആവശ്യം വരും. വളരെയധികം ആവശ്യം വരും. ഇനി ഇതിന്റെ ഒരു ഡേറ്റ് ഉണ്ട്. ഇത് കളക്ട് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. TDS ആണെങ്കിലും TCS ആണെങ്കിലും നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ നാളെ മുതൽ നമ്മൾ GST തുടങ്ങുകയാണ്. അപ്പൊ GST തുടങ്ങുമ്പോൾ GSTയിലും ഈ പറഞ്ഞ പോലെ GST ഒരു ലൈബിലിറ്റിയാണ്. GST ഒരു മീഡിയേറ്ററുടെ ലൈബിലിറ്റിയാണ്. ഓക്കെ, അപ്പൊ GSTയിലും ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അതായത് GST കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗവൺമെന്റിലേക്ക് കൊടുക്കണം, അത് നിർബന്ധമാണ്. അതുപോലെ TDS കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാളുടെ പേരിലുള്ള ടാക്സ് ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് ജോലി ചെയ്യുന്നു, എനിക്ക് നിങ്ങൾ ശമ്പളം തരികയാണ്. അങ്ങനെ ശമ്പളം തരുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറയണം, അതെ മുഴുവൻ ശമ്പളം തരില്ല കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേന്ന് ചോദിച്ചു. ബാക്കി കുറച്ച് പൈസ TDS കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് റൂളാണ്. അപ്പൊ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്, അത് കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഗവൺമെന്റിലേക്ക് അടയ്ക്കൂട്ടാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് തരണം കേട്ടോ, അത് അടച്ചതിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് തരണം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഇനി ലാസ്റ്റ് ഇൻകം ടാക്സ് അടയ്ക്കുന്ന സമയത്ത് ഈ അടച്ച പൈസ കുറച്ച് കിട്ടണം, വേണ്ടേ? ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ തരുന്ന ശമ്പളം 30,000 രൂപ വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ എനിക്ക് പറയണം 30,000 തരില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്തേ? 29,000 തരുള്ളൂ, 1000 രൂപ TDS അടയ്ക്കണം എന്ന് പറഞ്ഞു. ശരി, അപ്പൊ 1000 രൂപ TDS അടച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ എല്ലാ മാസവും 1000 രൂപ വെച്ചിട്ട് TDS വാങ്ങി 12,000 രൂപ TDS വാങ്ങി. ഈ 12,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി ഞാനൊരു വർഷം കഴിഞ്ഞിട്ട് ഇൻകം ടാക്സ് അടയ്ക്കുന്ന സമയത്ത് പറയും ഞാൻ TDS അടച്ചിട്ട് 12,000, അത് കുറച്ചിട്ട് ബാക്കി കഴിഞ്ഞ് ഞാൻ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ ആ TDS അടച്ച പൈസ നിങ്ങളുടെ കയ്യിലുണ്ട്, ഓരോ മാസവും നിങ്ങളുടെ കയ്യിലുണ്ട്. എന്റെ ശമ്പളത്തിന് 1000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും നിങ്ങളുടെ കയ്യില് എന്തുണ്ട്? TDS കട്ട് ചെയ്തിട്ടുള്ള പൈസ ഉണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ ആ പൈസ നിങ്ങൾ എന്ന് ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. നിങ്ങൾക്ക് അതെടുത്ത് റോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പറ്റില്ല. ഓരോ മാസത്തെയും ശമ്പളം TDS അതാത് മാസം 7-ാം തീയതിക്ക് മുമ്പേ ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. ഓക്കെ, അതാത് മാസം 7-ാം തീയതിക്ക് മുമ്പേ ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. ഇപ്പൊ ഏപ്രിലെ TDS ഏപ്രിൽ 7-ാം തീയതിക്ക് മുമ്പ് അടയ്ക്കണം. മെയ്യിലെ TDS മെയ് 7-ാം തീയതിക്ക് മുമ്പ് അടയ്ക്കണം. ജൂണിലെ TDS ജൂൺ 7-ാം തീയതിക്ക് മുമ്പ് അടയ്ക്കണം. ജൂലൈയിലെ TDS ജൂലൈ 7-ാം തീയതിക്ക് മുമ്പ് അടയ്ക്കണം. സെപ്റ്റംബറിലെ, അങ്ങനെ എല്ലാ മാസത്തിലെ TDS. മാർച്ചിലത്തെ മാത്രം അതെന്താ വെച്ചാൽ ക്ലോസിംഗ് അല്ലേ മാർച്ചിലത്തെ. അപ്പൊ മാർച്ചിലത്തെ TDS മാത്രം ഏപ്രിൽ 30-ാം തീയതിക്ക് മുമ്പേ അടച്ചാൽ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഒരു മാസം, അതായത് അതാത് മാസം മീൻസ് തൊട്ടടുത്ത മാസത്തെയാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, ഏപ്രിലത്തെ TDS മെയ് 7-ാം തീയതിക്ക് മുമ്പേ. അതായത് ഏപ്രിലത്തെ ശമ്പളം കൊടുക്കുക നമ്മൾ മെയ് 1-ാം തീയതി അല്ലേ കൊടുക്കുക, മെയ് 7-ാം തീയതിക്ക് മുമ്പേ. മെയിലത്തെ TDS ജൂൺ 7-ാം തീയതിക്ക് മുമ്പേ. ജൂണിലെ TDS ജൂലൈ 7-ാം തീയതിക്ക് മുമ്പേ. ജൂലൈയിലെ TDS ഓഗസ്റ്റ് 7-ാം തീയതിക്ക് മുമ്പേ. അതായത് നെക്സ്റ്റ് നമ്മൾ ശമ്പളം കൊടുക്കുക അടുത്ത മാസം 1-ാം തീയതി അല്ലേ. അപ്പൊ 1-ാം തീയതി ശമ്പളം കൊടുത്താൽ പിന്നെ 7-ാം തീയതിക്ക് മുമ്പ് TDS അടയ്ക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ മാസത്തെ TDS, ഫോർ എക്സാമ്പിൾ ഇത് ജൂൺ ആണ്. ജൂണിലെ ശമ്പളം ഞാൻ നിങ്ങൾക്ക് തരാം മിക്കവാറും ജൂലൈ 1-ാം തീയതി ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ പിന്നെ ജൂൺ 30-ാം തീയതി തരുന്ന സ്ഥാപനങ്ങളുണ്ട്, ജൂലൈ 1-ാം തീയതി തരും. അപ്പൊ ജൂലൈ 1-ാം തീയതി ശമ്പളം തരുമ്പോൾ TDS കട്ട് ചെയ്യും. TDS കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കട്ട് ചെയ്ത TDS ജൂലൈ 7-ാം തീയതിക്ക് മുമ്പേ അടയ്ക്കണം. ഓക്കെ, അപ്പോ ഒരു മാസത്തെ TDS തൊട്ടടുത്ത മാസം 7-ാം തീയതിക്ക് മുമ്പ് അടയ്ക്കണം. അവസാനത്തെ മാസം മാത്രം മാർച്ചിലെ ലാസ്റ്റ് ഇയർ മന്ത് ആയതുകൊണ്ട് 30-ാം തീയതി വരെ ടൈം ഉണ്ട്. ഏപ്രിൽ 30-ാം തീയതി വരെ ടൈം ഉണ്ട്. ഓക്കെ, ഇനി
TDSന്റെ ഇവിടെ സ്വാഭാവികമായിട്ട് എല്ലാ കുട്ടികൾക്കും വരുന്ന ഒരു ഡൗട്ട്, ഇപ്പൊ ആരോ ഒരാൾ ചോദിക്കുകയും ചെയ്തു, സാർ എത്ര രൂപയാണ് ഞങ്ങൾ TDS കട്ട് ചെയ്യേണ്ടത്? അത് പറഞ്ഞാൽ കുറേ ടൈം എടുക്കും, അത് നിങ്ങൾക്ക് ആവശ്യമില്ല. അത് നിങ്ങൾക്ക് CA CMA വരുമ്പോഴേ ആവശ്യമുള്ളൂ. TDS എത്ര കട്ട് ചെയ്യണം, ദാറ്റ് ഈസ് എ ബിഗ് കാൽക്കുലേഷൻ. അതായത് അത് അവിടെയാണ് CA കാരുടെ CMA കാരെയൊക്കെ ആവശ്യം വരുന്നത്. എത്ര രൂപ വെച്ചിട്ടാണ് TDS ഞങ്ങൾ കട്ട് ചെയ്യേണ്ടത് സാർ? അത് ഞാനിപ്പോ തൽക്കാലം പറയുന്നില്ല, അതിനൊരു റേറ്റ് ഉണ്ട്. അപ്പൊ ഞാനൊരു ചുരുക്കം പറയാം. എന്ന് വെച്ചാല് അതിപ്പോ അതിന് നമ്മളൊരു CA കാരനെ അല്ലെങ്കിൽ CMA കാരനെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ടാക്സ് പ്രാക്ടീഷണറെ നമ്മൾ കാണുക. ആ പ്രൊഫഷണൽ ടാക്സ് പ്രാക്ടീഷണറെ കണ്ടു കഴിഞ്ഞാൽ അയാൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും ഓരോ മാസം എത്രയാണ് കട്ട് ചെയ്യേണ്ടത്. അത് എക്സാക്ട്ലി കറക്റ്റ് ആവണമെന്നില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അത് ലാസ്റ്റ് സെറ്റിൽ ചെയ്യാണ് ചെയ്യുക. അപ്പൊ എത്ര എമൗണ്ട് ആണെന്നുള്ളത് ഒരു പ്രൊഫഷണലിൽ മാത്രമേ കൃത്യമായി പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളൊരു സാധാ ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് TDS കട്ട് ചെയ്യണം, അത് ഇന്ന ദിവസത്തിന് മുമ്പേ അടയ്ക്കണം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഡേറ്റ്സ് ക്ലിയർ ആണോ കുട്ടികളെ? യെസ് ഓർ നോ? All of you please. ക്ലിയർ ആണ് അല്ലേ? പിന്നെ ഈ ഫോമുകളില്ലേ, ഓക്കെ, വെരി ഗുഡ്. സ്ക്രീൻഷോട്ട് എടുത്തോളൂട്ടാ, അല്ലെങ്കിൽ എഴുതി വെച്ചോളൂട്ടാ. ഓക്കെ, ശരി. ഇനി ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗം ഞാൻ ഈ ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ആരെങ്കിലും പ്രാക്ടീസിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഇത് ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, പ്രാക്ടീസിങ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയതാണ് ഈ ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റ് നമ്മൾ BComന് മാത്രമായിട്ട് ഉൾപ്പെടുത്തിയതല്ല, മറിച്ച് ഈ ടെക്സ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്കും കൂടിയും ഉപകാരപ്പെട്ടോട്ടെ വിചാരിച്ചിട്ട് ഉൾപ്പെടുത്തിയതാണ്. ഇതിന്റെ ഫോമാണ്. ഈ ഫോം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ മനസ്സിലാവില്ല. അതായത് ഫോം 24Q, 26Q, 27Q ആൻഡ് 27EQ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ TDS സാലറിയുടെ, ഇത് TDS സാലറി ഒഴികെ മറ്റുള്ള ഫോം, ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോംസ് ആണ്. ഈ ഫോംസ് നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. നാളെ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യം വരും. സാലറിയുടെ TDSനാണ് 24Q വരിക. സാലറി ഒഴികെ ബാക്കിയുള്ളതിന്റെയൊക്കെ TDSനാണ് 26Q വരിക. പിന്നെ ഇൻട്രസ്റ്റ്, ഡിവിഡന്റ്, ഇതിനൊക്കെ നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് 27Q. പിന്നെ TCS ആണ് 27EQ എന്ന് പറയുന്നത്. ഇത് TCS ആണ്. ഓക്കെ, ഇത് സാലറിയുടെ ഫോമാണ്. ഇത് സാലറി ഒഴികെ വേറെ കുറെ സാധനങ്ങൾ പറഞ്ഞില്ലേ, സാലറി ഒഴികെ വേറെ കുറെ സാധനങ്ങൾ പറഞ്ഞില്ലേ, അതാണ്. ഇത് നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് സാലറി ഒഴികെ മറ്റുള്ള കാര്യങ്ങൾക്ക് മുകളിൽ വരുന്ന TDS ആണ്. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾക്ക് BComന് ആവശ്യം എന്ന് വെച്ചാൽ ഇല്ല, പ്രാക്ടീസിങ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയതാണത്. പ്രാക്ടീസിങ് സ്റ്റുഡൻസ് ഇപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോളൂ, കാരണം ഇപ്പൊ എന്തായാലും നിങ്ങൾ ഫൈനൽ ഇയർ ലാസ്റ്റ് എത്തി. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട സമയമൊക്കെ ആയി തുടങ്ങി. അപ്പോ എന്ത് ചെയ്യാം, ഓക്കെ, CA CMA പോലെ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഇല്ലേ, ആർട്ടിക്കിൾഷിപ്പ് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ഇല്ലേ, അവർക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോ അത് ആ ഫോമുകൾ, കാരണം ആ ഫോം നമ്മൾ കമ്പ്യൂട്ടറിൽ കയറിയിട്ട് ഇന്റർനാക്സിന്റെ സൈറ്റിൽ കയറിയാലേ ആദ്യത്തെ ഒരു പ്രശ്നം എന്താ വെച്ചെങ്കിൽ, ഈ ഇന്റർനാക്സിന്റെ സൈറ്റിൽ നിങ്ങളൊന്ന് കയറി നോക്കുക. ഇന്റർനാക്സിന്റെ സൈറ്റിൽ കയറിയാല് ഇപ്പോ നമുക്ക് ഏത് ഫോം എടുക്കണം, ഏത് ഫോം ഫില്ല് ചെയ്യണം, ഏത് ഫോമിനാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറെ ഫോം ഉണ്ട്. ഇപ്പൊ GST ആണെങ്കിൽ GSTR1, GSTR2, GSTR3, GSTR4 അങ്ങനെ കുറെ ഇല്ലേ. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം എന്താണ്, നമ്മൾ ഏത് ഫോം എടുത്തിട്ട് ഫില്ല് ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അപ്പൊ ആ ഫോം തന്നെ ഒരു ടിപ്പാണ്. പക്ഷെ ഞാനിപ്പോ ഈ തന്ന ചെറിയൊരു ടിപ്പ് വെച്ചിട്ടൊന്നും മുഴുവൻ ഫില്ല് ചെയ്യാൻ പറ്റില്ല, കാരണം അത് നമ്മൾ ചെയ്ത് പഠിക്കേണ്ട ഒരു സാധനമാണ്. ഓക്കെ, എന്നാലും ഓർത്ത് വെക്കുക, സാലറി ആണെങ്കിൽ നിങ്ങൾ 24Q എടുത്തിട്ട് ചെയ്യാം. സാലറി ഇല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ 26Q എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്, അതെടുത്ത് ചെയ്യാം. പിന്നെ TDS NRI ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നെങ്കിൽ അവരോട് 27Q വെച്ചിട്ട് ചെയ്യാൻ പറയാം, ചെയ്യാം അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ TCS കളക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് 27EQ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് സാധാരണഗതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, BCom സ്റ്റുഡൻസിന് ആവശ്യം വരുന്നില്ല അത്. പിന്നെ ഇനി സർ TDS കളക്ട് ചെയ്തു, TDS കളക്ട് ചെയ്തു പക്ഷെ പേയ്മെന്റ് കൊടുത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് 2018 2018-19 എല്ലാ മാസവും അവര് സംഭവം നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെർമനന്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, പക്ഷെ അവിടെയായിരുന്നു കൂടുതൽ ആ വർഷം കൂടുതൽ വർക്ക് ചെയ്തിരുന്നത് അവിടെയായിരുന്നു.
അപ്പൊ സ്വാഭാവികമായിട്ട് അവർ എല്ലാ മാസവും നമ്മുടെ നിന്ന് TDS പിടിച്ചിരുന്നു. നമ്മുടെ ശമ്പളത്തിൽ നിന്ന് എല്ലാ മാസവും TDS പിടിച്ചിട്ടാണ് നമുക്ക് ശമ്പളം തന്നിരുന്നത്. പക്ഷെ ഈ മഹാമാരി എന്ത് ചെയ്യുന്നു വെച്ചാല് അവര് പിടിച്ചെടുത്ത TDS അവര് അടച്ചില്ല. അവസാനം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാക്സ് ലയബിലിറ്റി നോക്കുമ്പോൾ അവർ പിടിച്ച TDS അവർ അടച്ചിട്ടില്ല. സംഭവം എനിക്കൊരു പ്രശ്നം പറ്റി, ഞാനും ഒരു വെടിത്തരം ചെയ്തു. കാരണം ഞാൻ TDS എൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ TDSന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കേണ്ടതായിരുന്നു. പക്ഷെ ചോദിക്കാറുണ്ട്, പിന്നെ തിരക്കിന്റെ ഇടയിൽ മറന്നുപോയി. അപ്പൊ ഈ TDSന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ TDSന്റെ സർട്ടിഫിക്കറ്റ് തരും ചെയ്തില്ല, TDS അവരോട്ട് അടയ്ക്കുകയും ചെയ്തില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുക വെച്ചെങ്കില്, അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ഇൻട്രസ്റ്റ് ചാർജബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 1.5 per month or part of month on the date which it was deducted till the date of payment. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാല്, അങ്ങനെ പേയ്മെന്റ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ, അതായത് നിങ്ങളുടെ ശമ്പളത്തിൽ നിങ്ങൾ TDS പിടിച്ചു, പക്ഷെ ഇവർ അടച്ചിട്ടില്ലെങ്കിൽ ആ TDS പിടിച്ചെടുത്ത ഡേറ്റ് മുതലേ, TDS കട്ട് ചെയ്ത ഡേറ്റ് മുതലേ ഇവർ അടച്ച ഡേറ്റ് വരെയുള്ള ഫൈൻ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അടയ്ക്കേണ്ടി വരും. അത് എത്ര ശതമാനം വെച്ച് അടയ്ക്കേണ്ടി വരും? 1.5% വെച്ചിട്ട് അടയ്ക്കേണ്ടി വരും പെർ മന്ത്. ഓക്കെ, 1.5% പെർ മന്ത് വെച്ചിട്ട് അടയ്ക്കേണ്ടി വരും. ഓക്കെ, 1.5% പെർ മന്ത്. അപ്പൊ 3 മാസത്തേക്കാണ് കട്ട് ചെയ്ത് വെച്ചാൽ 3 മാസത്തിന്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വരിക. അവർ എന്നിട്ട് പിന്നീട് അവർ ആ പൈസ അടച്ചു, പക്ഷെ ആ ഫൈനും അവർ അടയ്ക്കേണ്ടി വരും. നമുക്ക് അതിനിടയിൽ ലീഗൽ പ്രൊസീഡിങ്സ് എടുക്കാം, നമുക്ക് അവർക്കെതിരായിട്ടുള്ള ലീഗൽ പ്രൊസീഡിങ്സ് എടുക്കാം കേട്ടാ. അപ്പൊ ഈ ഒരു റേറ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് 1 വേർഡ് ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. ഓക്കെ, 1 വേർഡ് ക്വസ്റ്റൻ. ഇപ്പൊ ഇത് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സാർ ഇതൊക്കെ എക്സാമിന് വരുമെന്ന്. ഇതൊക്കെ ടാക്സിലുള്ളതാണ് കേട്ടാ, ഇതൊക്കെ എക്സാമിന് വരും. ഞാനിപ്പോ ഇത് ഏറ്റവും ചുരുക്കിയിട്ടാണ് പറഞ്ഞിരുന്നത്, മനസ്സിലായ? അപ്പൊ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ നോട്ട് പേയിങ് TDS which is collected? ചോദിച്ചൂടെ? 1 മാർക്ക് ക്വസ്റ്റൻ. നമുക്ക് ആദ്യത്തെ 10-12 1 മാർക്ക് ക്വസ്റ്റൻ ഇല്ലേ, ചോദിക്കാം കേട്ടാ. ഇതൊക്കെ എക്സാമിന് വരുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും എക്സാമിന് വരാത്ത വേറെ കുറെ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ CSEMA ലെവലിലൊന്നും പറഞ്ഞിട്ടില്ല. അത് CSEMA ലെവലിൽ വരികയാണെങ്കിൽ ഒരു പ്രാക്ടിക്കൽ കേസ് സ്റ്റഡി ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്ത് പഠിക്കണം. ഇത് ജസ്റ്റ് ഒരു നോളജ് ആണ് പറയുന്നത്, ഇതിന്റെ സർഫേസ് നോളജ് മാത്രമാണ് പറയുന്നത് കേട്ടാ. ഓർത്ത് വെച്ചോളൂ കേട്ടാ. 1.5% നിങ്ങൾക്ക് വരാം. TDSമായി റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്താ പറയാ, TDS കളക്ട് ചെയ്തു എന്നിട്ട് അടച്ചിട്ടില്ലെങ്കിൽ 1.5% പെർ മന്ത് ആണ് കേട്ടാ, പെർ മന്ത്. അപ്പൊ 12 മാസം അടച്ചിട്ടില്ല എന്ന് വെച്ചാൽ 30% TDS എത്രയാ, 1.5 into 12 എത്രയാ വരുന്നത്? അത്രയും ശതമാനം TDS വരും. മേ ബി 18% ആയിരിക്കും. 18% ഇൻട്രസ്റ്റ് വരുന്ന അർത്ഥം. ഓക്കെ, ഇനി ചില ആൾക്കാർ ഇഫ് ദേ ഫെയിൽസ് ടു ഡിഡക്ട് ദ TDS, ഓക്കെ, ചിലപ്പോൾ TDS വളരെ നിഷ്കളങ്കരായ ആൾക്കാർ, ഇത് നിഷ്കളങ്കരായ ആൾക്കാർക്കാണ്. അതായത് എന്താ സംഭവം എന്ന് വെച്ചാല്, നാളെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങി, ബിസിനസ് ഒക്കെ ഗംഭീരമായിട്ട് വളർന്നു, സ്റ്റാഫും ഉണ്ട്, അവർക്ക് ശമ്പളം കൊടുത്തു, പക്ഷെ അവര് ടാക്സ് അടച്ചുള്ളൂ എന്ന വിശ്വാസത്തിൽ നമ്മൾ TDS കട്ട് ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്യാൻ വിട്ടുപോയാലും നമുക്ക് തന്നെയാണ് ഫൈൻ വരിക. ഈ കളക്ട് ചെയ്യാൻ ബാധ്യതയുള്ള ആൾക്കാർക്ക് തന്നെയാണ് ഫൈൻ വരിക. അത് 1% ആയിരിക്കും. അത് 1% ആയിരിക്കും. അപ്പൊ ഗവൺമെന്റ് ഇതിന്റെ ഇടയിൽ TDS ഡിഡക്ട് ചെയ്യേണ്ട ആൾക്കാരെയാണ് പ്രതികളാക്കുന്നത്, അല്ലാണ്ട് ഈ അൾട്ടിമേറ്റ് ടാക്സ് പെയറിനില്ല. ഓക്കെ, അപ്പൊ ഈ 2% ഓർത്ത് വയ്ക്കുക. കളക്ട് ചെയ്ത TDS അടയ്ക്കാൻ ലേറ്റ് ആയാൽ 1.5%, കളക്ട് ചെയ്യാൻ ലേറ്റ് ആയാൽ എത്ര ശതമാനം? 1%. ഓക്കെ, കളക്ട് ചെയ്ത TDS അടയ്ക്കാൻ ലേറ്റ് ആയാൽ 1.5%, കളക്ട് ചെയ്യാൻ ലേറ്റ് ആയാൽ 1%. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? യെസ് ഓർ നോ? ഈ 2% എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർത്ത് വെച്ചോളൂ. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആള് ഏത് റേഞ്ചിലുള്ള ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കുറച്ച് ഇൻകം ടാക്സിനെ കുറിച്ച് അറിവുള്ള ആളുകളാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധിക്കും കേട്ടോ. കുറച്ച് ഇൻകം ടാക്സിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉള്ളവര് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ആദ്യത്തെ ചാപ്റ്ററുകൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്ക്, ഞാൻ ഇന്ന് ക്ലാസ് തുടങ്ങുമ്പോഴേ എന്താ പറഞ്ഞത്, ഇന്ന് ക്ലാസ് തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞത് ഇനിയുള്ള 3 ചാപ്റ്റർ പറഞ്ഞത് പ്രാക്ടീസിങ് ഏരിയയിലാണ്, പ്രാക്ടിക്കലാണ്. നമ്മുടെ സബ്ജക്ട് പേര് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്നാണ് നമ്മുടെ സബ്ജക്ട് പേര്. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നോക്കി നോക്കുക, ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്നാണ് ആ സബ്ജക്ട് പേര്. അപ്പൊ അതിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന്റെ പ്രോബ്ലം സൈഡ് ആയിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നതൊക്കെ പ്രാക്ടീസിങ് സൈഡാണ്, പ്രാക്ടിക്കൽ സൈഡാണ് പറയുന്നത്. പക്ഷെ പ്രാക്ടിക്കൽ സൈഡ് നമുക്ക് ആവശ്യമാണ്. നാളെ ജോലി ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഈ ഒരു ഏരിയ എന്നാണ്. എന്നാൽ ക്വസ്റ്റ്യൻസും ചോദിക്കാം, അത് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളെ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാ കുട്ടികളും പറഞ്ഞു TDSന്റെ ഓക്കെ ക്ലിയർ ആണല്ലോ.
അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ചില കുട്ടികൾ നെറ്റ് കംപ്ലൈന്റ് ഉണ്ട് സാർ, നെറ്റ് കംപ്ലൈന്റ് ആയ കാരണം ഞങ്ങൾക്ക് ചിലത് കിട്ടിയില്ല എന്ന് പറയുന്ന കുറച്ച് പരാതി പറയുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ഈ ചാപ്റ്ററിൽ ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് എന്തെല്ലാമാണ്? ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്താണ് TDS. ഓക്കെ, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്നാണ് പറയുന്നത്. ഒരാൾക്ക് സാലറി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം പേയ്മെന്റുകൾ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന ആള് ഡിഡക്റ്റ് ചെയ്യുന്നതാണ് TDS. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അപ്പൊ അതാണ് TDSന്റെ കേസ് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, TDS എന്തിന്റെ മീതെയാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്? സാലറിയുടെ മീതെ, സാലറി അല്ലാത്ത കുറച്ച് പേയ്മെന്റുകളുടെ മീതെ. സാലറി അല്ലാത്ത കുറച്ച് പേയ്മെന്റുകൾക്ക് നമ്മൾ നേരത്തെ എക്സാമ്പിൾ ഒക്കെ പറയുന്നു. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, ഡിവിഡൻഡ്, വിന്നിംഗ് ഫ്രം ലോട്ടറി, റെന്റ്, എക്സെട്ര. ഓക്കെ, ഈ TDS കളക്ട് ചെയ്യുമ്പോൾ ആരാണ് കളക്ട് ചെയ്യേണ്ടത്? നെറ്റ് പോയ ആൾക്കാർക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റീക്യാപ്പ് ആണ്. ആരാണ് കളക്ട് ചെയ്യേണ്ടത്? എല്ലാ കമ്പനികളും കളക്ട് ചെയ്യും. ഓക്കെ, പിന്നെ ആരാണ് കളക്ട് ചെയ്യേണ്ടത്? പിന്നെ കളക്ട് ചെയ്യേണ്ടത് HUF ഇൻഡിവിജ്വൽ ഓഡിറ്റിങ്ങിന് വിധേയരാകേണ്ട ആൾക്കാരാണ്. എപ്പോഴാണ് ഓഡിറ്റിങ്ങിന് വിധേയരാവുക? 1 കോടിയോ 50 ലക്ഷത്തിനോ മീതെയാണെങ്കിൽ ഓക്കെ, ഓഡിറ്റിങ്ങിന് വിധേയരാകും. ശരി. പിന്നെ TCS എന്താണ്? സെല്ലർ കളക്ട് ചെയ്യേണ്ടതാണ്. സെല്ലർ കളക്ട് ചെയ്യേണ്ട ടാക്സ് ആണ് TCS എന്ന് പറയുന്നത്. അത് നമ്മൾ ചില ഏരിയകൾ സർക്കാരിന്, ഗവൺമെന്റിന് ചില സെല്ലിങ്, ചില ഏരിയ ഗവൺമെന്റിന് ടെൻഷനാണ്, അവർ ടാക്സ് അടയ്ക്കില്ല. അങ്ങനെ കുറച്ച് ഏരിയ അവർക്ക് പാർക്കിംഗ് സ്പേസ് കൊടുക്കുമ്പോൾ ടോൾ പ്ലാസ, സ്ക്രാപ്പ്, പിന്നെ ടിമ്പർ, ആൽക്കഹോളിക് ലിക്വർ, എക്സെട്ര. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ TDSന്റെ കാര്യം പറഞ്ഞു. TDS എന്നാണ് അടയ്ക്കേണ്ട ഡേറ്റ്? ഓരോ മാസത്തെ TDSും തൊട്ടടുത്ത മാസം 7-ാം തീയതിക്ക് മുമ്പാണ് സാധാരണ അടയ്ക്കേണ്ട ഡേറ്റ് വരിക. ഓരോ മാസത്തെ TDSും തൊട്ടടുത്ത മാസത്തെ 7-ാം തീയതിക്ക് മുമ്പാണ് സാധാരണ അടയ്ക്കേണ്ട ഡേറ്റ് വരിക. പക്ഷേ ചില കേസുകളിൽ ഒരു അവസാനത്തെ മാസം മാത്രം എപ്പോഴാണ് അടയ്ക്കേണ്ടത്? അവസാനത്തെ മാസം മാത്രം, അതായത് ഏപ്രിൽ 30-ാം തീയതി അടച്ചാൽ. സപ്പോസ് TDSന്റെ ഫോം പറഞ്ഞു 24Q, 26Q, 27Q ആൻഡ് 27EQ. അത് ജസ്റ്റ് പ്രാക്ടീസിങ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം. പിന്നെ ഫെയിലിയർ ടു ഡിഡക്റ്റ് TDS നമ്മൾ TDS ഡിഡക്റ്റ് ചെയ്തു അടച്ചിട്ടില്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് ഫൈൻ വരും 1.5% പെർ മന്ത്. ഒരു കാര്യം, ഡിഡക്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഈ സ്ഥാപനത്തിന് വരും അത് 1% പെർ മന്ത്. അതൊക്കെ ഈ സ്ഥാപനത്തിനാണ് വരിക, അല്ലാണ്ട് ഈ ടാക്സ് പെയർക്കല്ല വരിക. ടാക്സ് പെയർ വരെ എനിക്കറിയില്ലായിരുന്നു, സ്ഥാപനം ചെയ്യേണ്ടതാണ്. സ്ഥാപനത്തിന് എങ്ങനെ അറിയാതെ? സ്ഥാപനം പ്രൊഫഷണൽ അക്കൗണ്ടന്റിനെ വെച്ച് ചെയ്യേണ്ടതാണ്. അതാണല്ലോ പ്രൊഫഷണൽ അക്കൗണ്ടൻസിന്റെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഏരിയയിലേക്കാണല്ലോ പ്രൊഫഷണൽ അക്കൗണ്ട്സിനെ നമ്മൾക്ക് ആവശ്യം വരുന്നത്. ഓക്കെ, ഇത്രയാണ് മക്കളെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, യെസ്. ആദിൽ റഹ്മാൻ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ അവർ പറഞ്ഞു, ഞാൻ TDSന്റെ അത് അന്നുണ്ടായ ഒരു കേസ് എന്താ വെച്ചെങ്കിൽ TDS ഞാൻ സർട്ടിഫിക്കറ്റ് തിരക്കിൽ ചോദിക്കാനും വിട്ടുപോയി, പിന്നെ അവരോട് തന്നതുമില്ല. പിന്നീട് അവര് അടച്ചിട്ട് തരേണ്ടതാണ്. ഓക്കെ, അടച്ചു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. TDS അടച്ചു എന്നുള്ള, അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ, അതിന്റെ ചലാൻ കിട്ടുള്ളൂ നമുക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ ടാൻ ഞാൻ BCom സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വെച്ചതല്ല. അത് ടാൻ എന്ന് പറയുന്നത് ടെമ്പററി അക്കൗണ്ട് നമ്പർ ആണ്. ഓക്കെ, ടാൻ എന്ന് പറയുന്നത് ഒരു ടാക്സ് ഡിഡക്ഷൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് നമ്പർ ആണ്. ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ എന്നാണ് പറയുന്നത്. അത് നമുക്ക് ആവശ്യം വരുന്നില്ല കേട്ടോ. പാൻ പോലെ ഈ TDS കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നമ്പറാണ് ടാൻ എന്ന് പറയുന്നത്. ടെമ്പററി അക്കൗണ്ട് നമ്പർ എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ശരി. ഈ ചാപ്റ്ററിന് ഞാൻ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യട്ടെ. ചെറിയ ചാപ്റ്റർ ആണ്, 3 മാർക്കിന്റെ വെയിറ്റേജ് ആണ് എന്റെ മനസ്സിലുള്ള പ്രതീക്ഷ. ചിലപ്പോൾ അതിനേക്കാൾ കൂടാം, എന്തായാലും കുറയില്ല. 3 മാർക്കെങ്കിലും മിനിമം, മിനിമം 3 മാർക്കെങ്കിലും വരും. സോ ക്യാൻ വി മൂവ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ? Can we move to the next chapter, my dear students? Okay. ഇവിടെ yes, advance payment of tax എന്നാണ് പറയുന്നത്.
ഓക്കെ, അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നമ്മൾ പറയുന്ന കോൺസെപ്റ്റ്, ഈ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ആദ്യം കോൺസെപ്റ്റ് നമുക്ക് എന്താന്ന് നോക്കാം. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ നിങ്ങളെ റിമൈൻഡ് ചെയ്യണം. ഈ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിക്കാം. ഈ ടൈം ലൈനിൽ സാധാരണഗതിയിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചു കഴിഞ്ഞ കാര്യം, ഇപ്പൊ 2020-21 എന്ന് പറയുന്നത് നമ്മുടെ അസസ്മെന്റ് ഇയർ ആണ്. 2019-20 എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ആണ്. അപ്പൊ കഴിഞ്ഞ സെമിസ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം, അതായത് എന്താണ്, അസസ്മെന്റ് ഇയറിലാണ് അസസ്മെന്റ് നടക്കുക. ഓക്കെ, ഈ അസസ്മെന്റ് നടക്കുക പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് മീതെയാണ്. അപ്പൊ പലരും വിചാരിക്കുക, ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുക എന്താന്ന് വെച്ചാല്, ഓ അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ ഇൻകത്തിന് മീതെ ഈ കൊല്ലം ടാക്സ് അടച്ചാൽ മതിയില്ലേ, അപ്പൊ ഈ കൊല്ലത്തെ ഇൻകത്തിന് മീതെ അടുത്ത കൊല്ലം ടാക്സ് അടച്ചാൽ മതിയില്ലേ എന്നാണ് വിചാരിക്കുക. ഇവിടെ പറഞ്ഞത് അസസ്മെന്റ് ഇയറിലാണ് അസസ്മെന്റ് നടക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് മീതെ അസസ്മെന്റ് ഇയറിൽ ടാക്സ് അടയ്ക്കണം എന്നല്ല പറയുന്നത്. മറിച്ച് പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന്റെ ടാക്സ് കണക്കാക്കുക അസസ്മെന്റ് ഇയറിലാണ്. അതായത് ഗവൺമെന്റ്, സർക്കാർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അപ്പോഴേ സമയം ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഗവൺമെന്റ് പറയുന്നത് പേ ആസ് യു ഏൺ എന്നാണ്. പേ ആസ് യു ഏൺ എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഓക്കെ, പേ ആസ് യു ഏൺ. നിങ്ങൾ ഏൺ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ ഏൺ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ടാക്സ് അടയ്ക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ വർഷം ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ശമ്പളം 30,000 രൂപയാണ്. അപ്പൊ എനിക്കറിയാം ഈ വർഷത്തെ ശമ്പളം 3,60,000 ആയിരിക്കും. ഓക്കെ, 3,60,000 ആയിരിക്കും. അപ്പോ ഈ 3,60,000 കൂടെ എനിക്ക് ആ വർഷം ഉണ്ടാകാൻ, ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എനിക്ക് ഏതെല്ലാം ഇൻകംസ് ഈ വർഷം, ഇപ്പൊ ഇത് 2021-22 എത്ര ഇൻകം ഈ വർഷം ഉണ്ടാവും എന്ന് എന്നോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം പറയാൻ പറ്റും. ലോട്ടറി അടിക്കുന്ന കേസ് ഒഴികെ ബാക്കിയൊക്കെ നമുക്ക് മുൻകൂട്ടി ഏകദേശം പറയാൻ പറ്റുന്നതാണ്. ലോട്ടറി എന്ന് അടിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല, മറ്റുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഏകദേശം എത്ര ഇൻകം ഉണ്ടാവും, വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ഏകദേശം എത്ര ഇൻകം ഉണ്ടാവും. ബിസിനസ്സിൽ ഇൻകം കണക്കാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അതിനാണ് നമ്മൾ CMA CA ഒക്കെ കഴിഞ്ഞ ആൾക്കാരെ ആശ്രയിക്കുന്നത്. സാധാരണ ശമ്പളം കിട്ടുന്ന ആൾക്കാർക്കൊക്കെ അറിഞ്ഞൂടെ, ഓക്കെ ഈ വർഷം ഇപ്പൊ എനിക്ക് ഇത്രയും ശമ്പളം കിട്ടാൻ പോകുന്നുള്ളൂ, അല്ലാണ്ട് ഈ വർഷം ഇപ്പൊ ശമ്പളം കൂട്ടാനൊന്നും പോകില്ല, ഈ പോവുകയാണെങ്കിൽ തന്നെ കുറച്ചൊക്കെ ചെറിയൊരു വ്യത്യാസം വന്നു അത്രേ ഉള്ളൂ എന്ന് നമുക്കറിയാലോ. അപ്പൊ ഗവൺമെന്റ് പറയുന്നത് ഈ വർഷത്തെ ഇൻകത്തിന് മീതെ നിങ്ങൾ ഈ വർഷം തന്നെ എന്ത് ചെയ്യണം, അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. ഓക്കെ, പിന്നീട് ഞങ്ങൾ ഈ ഇൻകം ഞങ്ങൾ അസസിങ് അടുത്ത വർഷം ചെയ്യുള്ളൂ. അസസിങ് അടുത്ത വർഷം ചെയ്തിട്ട് ഈ അഡ്വാൻസ് അടച്ച ടാക്സ് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് നിങ്ങൾ ബാക്കി അടയ്ക്കണം, അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും. ബാലൻസ് ഉണ്ടെങ്കിൽ ബാക്കി അടയ്ക്കണം, കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും. ഇതാണ് അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ പല കുട്ടികൾക്കും ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണ പറയുന്നത് പ്രീവിയസ് ഇയർ ഇൻകത്തിന് മീതെ അസസ്മെന്റ് ഇയറിൽ ടാക്സ് അടയ്ക്കണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്താ ചിന്തിക്കുക, കഴിഞ്ഞ കൊല്ലത്തെ ഇൻകത്തിന് മീതെ ഈ കൊല്ലം ടാക്സ് അടച്ചാൽ മതിയില്ലേന്ന്. അല്ല, കഴിഞ്ഞ കൊല്ലത്തെ ഇൻകം അസസ് ചെയ്യുക ഈ കൊല്ലാണ്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല, അസസ്മെന്റ് ഒക്കെ ഈ കൊല്ലം നടക്കുള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്വാൻസ് ടാക്സ് അടച്ചിടണം. എന്നിട്ട് അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു തരും, കുറവാണെങ്കിൽ നിങ്ങൾ ബാക്കിയാണ്. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ്. ഓക്കെ, ഈ അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് 10,000 രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രം അടച്ചാൽ മതി. അതൊരു വാക്കാണ്, 10,000 രൂപയിൽ. അതായത് ഇപ്പൊ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് ശമ്പളം കിട്ടുന്നത് ഒരു എന്റെ ഈ മാസത്തെ ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് ഒരു 22,000 രൂപയാണ്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇൻകം എന്ന് പറയാം. അപ്പൊ ഞാൻ 22,000 രൂപയുടെ ടാക്സ് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ കാൽക്കുലേറ്ററിലൊക്കെ 22,000 രൂപ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ടാക്സ് അറിയാൻ പറ്റുള്ളൂ. അപ്പോ ഒരു 2,64,000 രൂപ വരും. 2,64,000 രൂപ എന്ന് പറയുമ്പോൾ എന്റെ ലിമിറ്റ് ആയിട്ട് വ്യത്യാസം പറയുന്നത് 14,000 രൂപയാണ് എക്സ്ട്രാ വരുന്നത്. 14,000 രൂപ എക്സ്ട്രാ വരുന്നത്. 14,000 രൂപയുടെ 5% എന്ന് പറഞ്ഞാൽ വെറും 700 രൂപ വരുന്നുള്ളൂ. അതായത് എന്റെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് വെറും 700 രൂപയാണ്. അപ്പൊ എന്നോട് ഇൻകം ടാക്സ് ഞാൻ പറയണ ഓക്കെ ഞാൻ ഈ 700 രൂപ അഡ്വാൻസ് അടയ്ക്കണോ? വേണ്ട,
നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി 700 രൂപയാണെങ്കിൽ സർക്കാർ പറയുന്നത് നിങ്ങൾ ഹിന്ദുവിശ്വാസമാണ്, 700 രൂപ നിങ്ങൾ പറ്റിക്കില്ല. ഒരു 10,000 രൂപയിൽ കൂടുതൽ വരികയാണെങ്കിൽ മാത്രമേ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുള്ളൂ. ഓക്കെ, അതായത് ഏകദേശം ഒരു 4 ലക്ഷത്തി എത്രയുടെ മീതെ, ഒരു 4,50,000 മീതെ ഒക്കെ ഉണ്ടെങ്കിലാണ് 10,000 കൂടുതൽ വരുള്ളൂ അല്ലെ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ ടാക്സ് കാണാൻ പഠിച്ചല്ലോ, 450 മൈനസ് 250 എന്ന് പറഞ്ഞാൽ 200, 200ന് 5% എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000. കറക്റ്റ് അല്ലേ? അപ്പൊ ഒരു 4 ലക്ഷത്തിൽ കൂടുതലാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം എങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇനി സ്ലാബ് മാറുമ്പോൾ വ്യത്യാസങ്ങൾ വരും. അപ്പൊ ഗവൺമെന്റ് പറയുന്നത് 10,000 കൂടുതലുള്ള ഒരാളാണെങ്കിൽ അയാൾ അഡ്വാൻസ് ടാക്സ് അടച്ചിടണം. അതിന് കാരണം ഇത്രേ ഉള്ളൂ, അത് അയാളെയും കൂടെ സഹായിക്കാണ്. പേ ആസ് യു ഏൺ എന്നാണ് പറയുന്നത്. പേ ആസ് യു ഏൺ. നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ ടാക്സ് അടയ്ക്കാൻ എളുപ്പമാണ്. അതേസമയം ഈ ശമ്പളമൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് തീർന്നു പോയി ഞങ്ങൾ ടാക്സ് അടയ്ക്കാൻ പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് പറയും അയ്യോ കാശില്ല എന്ന് പറയും. അതാണ് പ്രശ്നം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ കുട്ടികളെ? യെസ് ഓർ നോ? വാട്ട് ഈസ് അഡ്വാൻസ് ടാക്സ്? ഈസ് ഇറ്റ് പക്ക? പെർഫെക്റ്റ്. എന്താണ് അഡ്വാൻസ് ടാക്സ്? ആരാണ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടത്? ഓക്കെ, യെസ്, ക്ലിയർ? യെസ്, യെസ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണ്ടല്ലോ. ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഏരിയ ആണ്, വളരെ രസകരമായിട്ട് പഠിക്കാവുന്ന ഏരിയ ആണ് അല്ലേ? യെസ്, പ്രാക്ടിക്കൽ ആണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ചെറിയ ചാപ്റ്റർ ആണ്, വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഇതില് ഇനി നമ്മുടെ കോൺസെപ്റ്റില് നമ്മുടെ എന്താ പറയാ, നമ്മുടെ മെറ്റീരിയലിലേക്ക് വരിക. ഓക്കെ, നമ്മുടെ മെറ്റീരിയലിലേക്ക് വരിക. മെറ്റീരിയലില് എപ്പോഴാണ് ടാക്സ് അടയ്ക്കുന്നത് വളരെ വ്യക്തമായിട്ട് മെറ്റീരിയൽ എഴുതിയിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വളരെ എളുപ്പമാണ്. ഇതിന്റെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ബികോം ക്ലാസ്സുകളിലൊക്കെ, ബികോം പഠിപ്പിക്കുന്ന കോളേജുകളിൽ ഈ ടാക്സ് ലയബിലിറ്റി കാണാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ചാപ്റ്ററുകളൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊന്നുമില്ല. പക്ഷെ അത് നിങ്ങൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന് എന്താ വെച്ചെങ്കിൽ ഇതിനെക്കുറിച്ച് ധാരണ ഉള്ള ഒരാൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുകയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടായിരിക്കും. പൊതുവെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നല്ലൊരു റേഞ്ചുള്ള ആളാണെങ്കിൽ ഇതൊക്കെ ഉൾപ്പെടുത്തും. രണ്ടാമത്തെ ഒരു കാര്യം, നാളെ ബികോം കഴിഞ്ഞ് നിങ്ങൾ തുടർന്ന് എന്തെങ്കിലും പഠിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ എംകോമിനോ CA-ക്കോ CMA-ക്കോ അത്തരം കോഴ്സ്, CA-ക്ക് CMA-ക്കൊക്കെ പോകുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് അത്തരത്തെ കോഴ്സുകൾക്ക് പോകുമ്പോൾ ഇതിന്റെ ഒരു മിനിമം നോളജ് നമുക്ക് ആവശ്യം, ബികോമിന്റെ ഒരു മിനിമം നോളജ് ആവശ്യമാണ്. അപ്പൊ ഈ മെറ്റീരിയൽ ഇല്ലേ നമ്മുടെ, നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അവർ ചില ആൾക്കാർ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. വാങ്ങിയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഇത് ഉപകാരപ്പെടും, വാങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ കഴിയുമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. ഇവിടെ ആരാണ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടത്? Obligation to pay advance tax arises in every case where the amount of advance tax payable is 10,000 or more. 10,000-ൽ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ട ആളുകളെല്ലാം അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. പിന്നെ ഇവിടെ അവർക്ക് എക്സംഷൻ ഉണ്ട്. നോ അഡ്വാൻസ് ടാക്സ്, നോ അഡ്വാൻസ് ടാക്സ് ഫോർ റെസിഡന്റ് സീനിയർ സിറ്റിസൺസ് ഹാവിംഗ് നോ ബിസിനസ് ഇൻകം. ഓക്കെ, വയസ്സായ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 60 വയസ്സിൽ കൂടുതലായ ആൾക്കാരാണെങ്കിൽ അവർ ബിസിനസ്സുകാരല്ലെങ്കിൽ അവർക്ക് അഡ്വാൻസ് ടാക്സ് വരുന്നില്ല. ഗവൺമെന്റ് പറയുന്നത് വയസ്സായ ആൾക്കാരെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്, അവർ പതുക്കെ അടയ്ക്കട്ടെ. ഓക്കെ, അപ്പൊ അവര് 60 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഓഫീസിൽ വന്ന് ഇൻകം ടാക്സ് അടയ്ക്കേണ്ട കടലാസം പിടിച്ച് വരണ്ട. അവർക്ക് ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ അടയ്ക്കേണ്ടി വരും. കാരണം ബിസിനസ് ഇൻകം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് വയസ്സായവരാണെങ്കിലും ഉഷാറുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് 60 വയസ്സ് കഴിഞ്ഞിട്ടും അവരുടെ പേരിൽ തന്നെ അവരെ ബിസിനസ് കൊണ്ടു നടക്കുന്നത്. യെസ് ഓർ നോ? വയസ്സായവരാണെങ്കിലും ഉഷാറുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരെ ബിസിനസ് കൊണ്ടു നടക്കില്ലല്ലോ, മക്കളെയോ പേരക്കുട്ടികളെയോ ഏൽപ്പിക്കില്ലേ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം, അല്ലാത്തവരാണെങ്കിൽ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട. ഓക്കെ, ഇനി ഒരു ഓപ്ഷൻ എന്താ വെച്ചെങ്കിൽ, മറ്റൊരു ഓപ്ഷൻ, സർ ഞങ്ങൾക്ക് എങ്ങനെയാണ് അഡ്വാൻസ് ടാക്സ് കണക്കൂട്ടുക സർ? എങ്ങനെയാണ് അഡ്വാൻസ് ടാക്സ് കണക്കൂട്ടുക? ഞങ്ങൾക്ക് ഈ ടാക്സ് കണക്കൂട്ടാനൊക്കെ ഇപ്പൊ ഞങ്ങൾ ബികോം പഠിച്ചക്കാരൻ ഞങ്ങൾക്ക് അറിയാം. ഇപ്പൊ ബികോം പഠിക്കാതെ BA പഠിച്ചൊരു കുട്ടി, BSc പഠിച്ചൊരു കുട്ടി, അല്ലെങ്കിൽ സ്കൂളിൽ ഔപചാരികമായി വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാള്, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത ഒരാള്, അവരൊക്കെ എങ്ങനെ അഡ്വാൻസ് ടാക്സ് കാണും സർ? ഓക്കെ, ഇപ്പൊ ഞങ്ങൾ ഇത് കേട്ടതുകൊണ്ട് ഇൻകം ടാക്സ് എന്നുള്ള സബ്ജക്ട് പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെയാണ്. 2 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 5%, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണെങ്കിൽ 20%, അതിൽ കൂടുതലാണെങ്കിൽ 30% ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി.
പക്ഷെ BA BSc പഠിച്ച ഒരു കുട്ടിക്ക് ഇത് അറിയോ? ഇല്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സ് പഠിച്ച ഒരാൾക്ക് അറിയോ? അറിയില്ല. അപ്പൊ അവരുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്നെങ്കിൽ അവർക്ക് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റിനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റിനെ കോൺടാക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ CA, CMA അല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തു തരും. അവർ എത്രയാണെന്ന് കണക്കാക്കി തരും. അവർ തന്നെ അടച്ചു തരും. ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ എന്താ ചെയ്യുക? ഡ്രൈവിംഗ് സ്കൂളിനെ കോൺടാക്ട് ചെയ്യും. നമ്മളൊരു ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കാൻ എന്താ ചെയ്യുക? അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ അക്ഷയക്കാർ ചെയ്തു തരും അല്ലേ? അതുപോലെ ഇത്തരം ആളുകൾ ചെയ്തു തരും. അല്ലെങ്കിൽ പിന്നെ കമ്പ്യൂട്ടേഷൻ അസസിംഗ് ഓഫീസർ തന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് പ്രായോഗികമാണോ എന്ന് എനിക്കറിയില്ല. ഇൻകം ടാക്സ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അസസിംഗ് ഓഫീസർ നിങ്ങൾക്ക് അത് ചെയ്തു തരും. ഓക്കെ, the assessing officer may determine ഇവിടെ പറയുന്നു കേട്ടോ, may determine advance tax on the basis of income declared by the assessee in the past year. Okay, in reason whichever is higher, or pass an order requiring assessee to pay advance tax. അപ്പൊ അസസിംഗ് ഓഫീസർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ആ അസസിംഗ് ഓഫീസർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻകം ഡിറ്റർമൈൻ ചെയ്തു തരാം, അയാൾക്ക് ഒഴിവുണ്ടെങ്കിൽ മാത്രം. പക്ഷെ നമ്മുടെ സർക്കാർ ഓഫീസുകളുടെ ഒരു അവസ്ഥ അനുസരിച്ചിട്ട് അതിനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, എന്താണെങ്കിലും അസസിംഗ് ഓഫീസർക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ബാധ്യത ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റിനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ചെയ്തു തരും. അങ്ങനെ ചെയ്തു തന്നു സർ. ഓക്കെ, അങ്ങനെ ചെയ്തു തന്നു എന്ന് വെച്ചാൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്റെ ഇൻകം ടാക്സ് അസസിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഞാനൊരു കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ അടുത്ത് പോയി, ആ കോസ്റ്റ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ CMAയുടെ അടുത്ത് പോയി അല്ലെങ്കിൽ CA കാരന്റെ അടുത്ത് പോയി, എന്നിട്ട് പറഞ്ഞു അഡ്വാൻസ് ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് 1 ലക്ഷമാണ് സർ. ഓക്കെ, എത്രയാണ്? 1 ലക്ഷമാണ്. ഈ 1 ലക്ഷം രൂപയാണെന്ന് ഒരു CA കാരൻ ചെയ്തു തന്നു, അല്ലെങ്കിൽ ഒരു CMA കാരൻ ചെയ്തു തന്നു, അല്ലെങ്കിൽ അസസിംഗ് ഓഫീസർ എന്നെ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ച് അറിയുന്ന ഒരാളെ കണ്ടു, അയാൾ ചെയ്തു തന്നു. ഞാൻ ഈ 1 ലക്ഷം എന്ത് ചെയ്യണം? ഒരുമിച്ച് അടയ്ക്കണം? അതാണ് അടുത്ത ചോദ്യം. വേണ്ട, നിങ്ങൾ ഒരുമിച്ച് അടയ്ക്കണ്ട. നിങ്ങളുടെ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, മാർച്ച് 31-ാം തീയതി അവസാനിക്കുന്നു അല്ലെ? ഇങ്ങനെയല്ലേ ഒരു ഫിനാൻഷ്യൽ ഇയർ? നിങ്ങൾക്ക് സാവകാശമുണ്ട്. പേ ആസ് യു ഏൺ. ഓക്കെ, നിങ്ങൾക്ക് സാവകാശമുണ്ട്. എങ്ങനെ അടച്ചാൽ മതി? ജൂൺ 15-ാം തീയതിക്ക് മുമ്പ്, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം, അതിനു മുമ്പ് 15% അടച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ 1 ലക്ഷം ആണെങ്കിൽ 15,000 അടയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ജൂൺ കഴിഞ്ഞ്, ഓക്കെ, ജൂൺ കഴിഞ്ഞ് പിന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അടുത്ത 3 മാസം കഴിയുമ്പോൾ 45% അടയ്ക്കാം. അതായത് 45,000 അടയ്ക്കാം. മീൻസ് 45,000 അടയ്ക്കുക പറയുമ്പോൾ സത്യത്തിൽ 30,000 അടയ്ക്കേണ്ടി വരുള്ളൂ. കാരണം 15 ഓൾറെഡി അടച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ 3 മാസം കഴിയുമ്പോൾ ഇത് സ്കൂളിൽ ഫീസ് അടയ്ക്കുന്ന പോലെ അടച്ചാൽ മതി എന്നാ പറയുന്നത്. സ്കൂളിലെ ഫീസ് നമ്മൾ ഒരുമിച്ച് അടയ്ക്കില്ലല്ലോ, അല്ലെങ്കിൽ കോളേജിലെ ഫീസ് നമ്മൾ ഒരുമിച്ച് അടയ്ക്കില്ലല്ലോ, കുറേശ്ശല്ലേ അടയ്ക്കുന്നത്, അതുപോലെ അടച്ചാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് ഡിസംബറിൽ, സെപ്റ്റംബർ കഴിഞ്ഞാല് ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം കഴിഞ്ഞാൽ 75% അടച്ചിരിക്കും. അതായത് ഇപ്പൊ 1 ലക്ഷം ആണെങ്കിൽ 75,000 അടച്ചിരിക്കും. 75,000 അടയ്ക്കുക പറഞ്ഞാൽ വീണ്ടും 30,000 അടച്ചാൽ മതി. കാരണം 45 ഓൾറെഡി അടച്ചില്ലേ, ബാക്കി 30 അടച്ചാൽ മതി. അത് കഴിഞ്ഞ പിന്നെ ഡിസംബർ കഴിഞ്ഞ പിന്നെ ഇവിടെ മാർച്ച് ആണ് കേട്ടോ. ദിസ് ഇസ് മാർച്ച്. മാർച്ച് 15-ാം തീയതി ആവുമ്പോഴേക്കും മൊത്തം അടച്ചിരിക്കണം, നിർബന്ധം, മാൻഡേറ്ററി. മാർച്ച് 15-ാം തീയതി ആകുമ്പോഴേക്കും, അത് ഞാൻ പറഞ്ഞ ഏപ്രിലുള്ള ഇയറിൽ മാർച്ച് എത്തുമ്പോഴേക്കും അഡ്വാൻസ് ടാക്സ് അടച്ചു തീർത്താൽ മതി. പേ ആസ് യു ഏൺ എന്നാണ് ആ വേർഡ്. ഇൻകം ടാക്സിന്റെ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കിയാൽ അവിടെ അവരുടെ മോട്ടോ അതാണ്, പേ ആസ് യു ഏൺ. നിങ്ങൾ ടാക്സ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് കുറേശ്ശെ അടച്ചിട്ടുള്ളൂ, അല്ലാതെ അവസാനത്തേക്ക് വെക്കണ്ട എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അപ്പൊ ഈ 2 കാര്യം ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? 10,000-ൽ കൂടുതൽ അഡ്വാൻസ് ടാക്സ് ലൈബിലിറ്റി വരികയാണെങ്കിൽ, ഓക്കെ, ഞാൻ ലിങ്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഇൻകം ടാക്സ് സൈറ്റ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. ഇൻകം ടാക്സിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ഓക്കെ, സെൻട്രൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് അടിച്ചു കൊടുത്താൽ അറിയാം. ഓക്കെ, അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. കാരണം നിങ്ങൾക്ക് ഇനി ഭാവിയിൽ പോയാലേ ഒരുപാട് ഹെൽപ്പ് വരും, എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വരും. ഒന്നുമില്ലെങ്കിലേ, നമുക്കൊരു ജോലിയും കിട്ടിയിട്ടില്ലെങ്കിലേ, ഡിഗ്രി കഴിഞ്ഞു പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിലേ, ഒരു ചെറിയ റൂം എടുത്തിട്ട് ഒരു കുറച്ചു കാലം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കുറച്ചു കാലം തൊട്ടടുത്ത് നിങ്ങളിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ മലപ്പുറത്തുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ കോഴിക്കോടുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ എറണാകുളത്തുള്ള കുട്ടികളാണെങ്കിൽ ആ നാട്ടില് വലിയ തിരക്കേടില്ലാതെ, ഇപ്പൊ എറണാകുളത്താണ്, ഇപ്പൊ തൃശ്ശൂരിലുള്ള ആൾക്കാരാണെങ്കിൽ തൃശ്ശൂർ വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം ക്ലയൻസ് ഒക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടാക്സ് പ്രാക്ടീഷണറുടെ അടുത്ത് പോവുക, ഒരു CA കാരന്റെയോ CMA കാരന്റെ അടുത്ത് പോവുക, 1 വർഷം അവരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്താൽ മനസ്സിലാവും ഇത് എങ്ങനെ ഫയൽ ചെയ്യേണ്ടത്, എന്താ റിട്ടേൺ, എന്താ കാര്യങ്ങൾ.
അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ചെറിയൊരു ഓഫീസ് ഇട്ട് കഴിഞ്ഞാൽ ആ ഓഫീസിൽ നിങ്ങൾക്ക് അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഓഡിറ്റിംഗ് ഒഴികെ ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവർ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത്ര ചെയ്യണ്ടു. ഓക്കെ, നിങ്ങളുടെ അഡ്വാൻസ് ടാക്സ് ലൈബിലിറ്റി എത്രയാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. 10,000-ൽ കൂടുതലാണ്, 10,000-ൽ കുറവാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ അടുത്ത പോലെ അടച്ചാൽ മതി. ഇവര് അസസ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് പറയും അപ്പൊ അടച്ചാൽ മതി, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ അടച്ചാൽ മതി. അതായത് അടുത്ത വർഷം കഴിയുമ്പോഴേക്കും അടച്ചാൽ മതി, റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനൊപ്പം അടച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ല 10,000-ൽ കൂടുതലാണെങ്കിൽ ആദ്യത്തെ 15% ജൂൺ 15-ാം തീയതി, പിന്നെ 45% സെപ്റ്റംബറിൽ, 75% ഡിസംബറിൽ, 100% മാർച്ചിൽ. അങ്ങനെയാണ് അഡ്വാൻസ് ടാക്സ് അടച്ചു പോകുന്നത്. ഓക്കെ, യെസ്. ഇനി പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്നൊരു സാധനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ട് മാത്രം ഇട്ടതാണ്, നിങ്ങൾക്ക് അതില്ല. കാരണം അത് ഞാൻ പറയണമെങ്കിൽ കുറെ ടൈം എടുക്കും. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്നത് എന്താണ്, അത് പ്രാക്ടീസിങ് സ്റ്റുഡൻസിന് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അത് ചില കാര്യങ്ങൾ ഇതിൽ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്, ആ വാക്ക് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എക്സ്ട്രാ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ പെർസെന്റേജ് വരുന്നത്. ഈ പെർസെന്റേജ് സർ സപ്പോസ് ഞങ്ങൾ ഇങ്ങനെ അടയ്ക്കാൻ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? അടയ്ക്കാൻ ഞങ്ങൾ ഫെയിലിയർ ആയാൽ എന്ത് സംഭവിക്കും? ഈ ഫെയിലിയർ ആയാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ അടച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഗവൺമെന്റ് അവിടെ നമുക്ക് റിലാക്സേഷൻ തരുന്നുണ്ട്. എന്താണ് റിലാക്സേഷൻ എന്ന് വെച്ചാല്, ഇപ്പോ നമ്മളാരും ഭാവിയെ കുറിച്ച് കൃത്യമായി പ്രവചിക്കാൻ അറിയുന്ന ആളുകളൊന്നുമല്ല. അപ്പൊ ചിലപ്പോ ഇപ്പൊ ഇവൻ നിങ്ങൾക്ക് ഇത് ചെയ്തു തന്നത് ഒരു CA കാരനാണെങ്കിലും ഇത് ചെയ്തു തന്നത് ഇൻകം ടാക്സിന്റെ ഓഫീസർ തന്നെയാണെങ്കിൽ കൂടി അയാൾക്ക് 100% ശരിയായിട്ടൊന്നും പറയാൻ പറ്റില്ല എത്രയായിരിക്കും നിങ്ങളുടെ ഇൻകം എന്നുള്ളത്. അപ്പോ നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് 15% എന്നല്ലേ പറഞ്ഞേ, അതൊരു 12% വരെയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ 15,000 അടയ്ക്കേണ്ട ഒരു സ്ഥലത്ത് ഞാൻ 15,000 അടച്ചു, ഞാൻ 1,00,000 രൂപയായിരിക്കും എന്റെ അഡ്വാൻസ് ടാക്സ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ 15,000 അടച്ചു. പക്ഷെ 1,20,000 ആയിരുന്നു എന്റെ ശരിക്കുള്ള ടാക്സ്, കാരണം എനിക്ക് പ്രതീക്ഷിക്കാതെ ഒരു ഇൻകം കൂടി. അപ്പൊ ഞാൻ അടയ്ക്കേണ്ടിയിരുന്നത് ഒരു 16,000 രൂപയായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് 15%, ഇതാണ് 15%, ഇത് 14% ആവുന്നുള്ളൂ. പ്രശ്നമില്ല, 12% വരെ പ്രശ്നങ്ങളില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റിലെ 15% എന്നുള്ളത് 12% വരെ നമ്മൾ അടച്ചിട്ടുള്ളൂ എങ്കിലും ഇൻട്രസ്റ്റ് വരില്ല, നോ ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ 45% എന്നുള്ളത് 36% വരെ നമ്മൾ അടച്ചിട്ടുള്ളൂ എങ്കിലും നോ ഇൻട്രസ്റ്റ്. പിന്നീട് അങ്ങോട്ടുള്ളത് അങ്ങനെയല്ല, പിന്നീട് അങ്ങോട്ടുള്ളതൊക്കെ കൃത്യമായിട്ട് അടച്ചിരിക്കണം. കാരണം 6 മാസമൊക്കെ കഴിയുമ്പോൾ ഏകദേശം ആ വർഷത്തെ ഇൻകം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സമയമായി. പിന്നെ ശമ്പള വർധനമൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ലോട്ടറി അടിച്ചാലോ? ലോട്ടറിയുടെ മീതെ അഡ്വാൻസ് ടാക്സ് നിബന്ധനയില്ല. ലോട്ടറി അടിച്ചു എന്നുള്ള കാരണം, അതായത് നോ ഇൻട്രസ്റ്റ് ഓൺ ഫെയിലിയർ ടു എസ്റ്റിമേറ്റ് ലോട്ടറി. ലോട്ടറി അടിച്ചു എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി, പെട്ടെന്ന് സ്ഥലത്തിന് കൂടുതൽ വില കിട്ടിയപ്പോൾ ഞാൻ വിറ്റു, അത് ഞാൻ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല, അതിനും ഇൻട്രസ്റ്റ് വരില്ല. ന്യൂ ബിസിനസ്, പുതിയ ബിസിനസ്സുകാരനാണ്, അയാൾക്ക് അറിയില്ല ഈ ബിസിനസ്സിന് എത്ര വരുമാനമുണ്ട്, അവർക്കും ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് വരില്ല. ഓക്കെ, ബാക്കി അപ്പൊ ഇത്രയും ആനുകൂല്യങ്ങൾ ഇൻകം ടാക്സ് ആക്ട് തരുന്നുണ്ട്. ഇൻകം ടാക്സ് ആക്ട് എന്താ പറയുന്നത്? ആദ്യത്തെ 3 മാസം 15%, പിന്നത്തെ 3 മാസത്തേക്ക് 45%, പിന്നത്തെ 3 മാസത്തേക്ക് 75%, പിന്നത്തെ 3 മാസത്തേക്ക് 100%. ഓക്കെ, പക്ഷെ അവിടെ ജനങ്ങൾ എന്താ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് എങ്ങനെയാ അഡ്വാൻസ് ടാക്സ് ഇത്രയും കൃത്യമായിട്ട് പറയാൻ പറ്റുകയെന്ന് ചോദിക്കുന്നത്. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് 15%, 12 ആണെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ ഇൻട്രസ്റ്റ് അടയ്ക്കണ്ട, നിങ്ങൾക്കെതിരെ യാതൊരു ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ടാവില്ല. പിന്നത്തെ ഇൻസ്റ്റാൾമെന്റ് 45 ഒരു 36% വരെയാണെങ്കിലും പ്രശ്നങ്ങളില്ല. പിന്നത്തെ ഇൻസ്റ്റാൾമെന്റ് രക്ഷയില്ല, പിന്നത്തെ ഇൻസ്റ്റാൾമെന്റും രക്ഷയില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു, അതാണ് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തതിൽ വന്ന വീഴ്ച, പ്രശ്നങ്ങളില്ല. ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി, പ്രശ്നങ്ങളില്ല. ബിസിനസ് ഇൻകം തന്നെ, നിങ്ങൾ പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങി, അപ്പൊ അത് അറിയില്ലായിരുന്നു അതിന് എത്ര ഇൻകം ഉണ്ടാവുക എന്നുള്ളത്, കുഴപ്പമില്ല. ബാക്കി എന്ന് പറഞ്ഞാൽ എന്താ? സാലറി ഹൗസ് പ്രോപ്പർട്ടി ആണ്, ശരിയല്ലേ? സാലറി ഹൗസ് പ്രോപ്പർട്ടി എല്ലാവർക്കും പറഞ്ഞൂടെ? എത്ര രൂപ ശമ്പളം കിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലേ? എത്ര രൂപയ്ക്കാണ് വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലേ? നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കണം, അഡ്വാൻസ് അടയ്ക്കണം. ബാക്കിയുള്ള ക്യാപിറ്റൽ ഗെയിനിലും അതർ സോഴ്സസിലും PGBP-യിലും ആണ് അൺസർട്ടനിറ്റി ഉള്ളത്, അവിടെയൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്നില്ല. ഓക്കെ, യെസ്. അപ്പോ ഇത്രയും എക്സംഷൻസ്, ഇത്രയും ആനുകൂല്യങ്ങൾ ഇൻകം ടാക്സ് ആക്ടിലുണ്ട്.
എന്നിട്ട് ഇത്രയും ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ടും ഒരാള് കൃത്യമായി അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ ഓരോ മാസത്തിനും 1% വെച്ചിട്ട് പിഴ വരും. ഫൈൻ വിൽ ബി ദർ, ഇൻട്രസ്റ്റ് വിൽ ബി ദർ. ഓക്കെ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് പേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ഓരോ മാസത്തിനും 1% വെച്ചിട്ട് വരും. ഓക്കെ, അങ്ങനെ അടച്ചിട്ടില്ലെങ്കിൽ മാത്രം. ഇത് പിന്നെ പ്രശ്നങ്ങളില്ല. ഈ 1% ഓൾറെഡി പറഞ്ഞതാണ്, അത് പ്രശ്നമില്ല. ഇവിടെ ഈ 1%, അതായത് എത്ര മാസത്തേക്ക് ഡിലേ വന്നു. ഞാനിപ്പോ ആദ്യത്തെ മാസം ഞാൻ 15,000 അടയ്ക്കേണ്ട സ്ഥലത്ത് ആദ്യത്തെ മാസം ഞാൻ അടച്ചത് 10,000 ആണെങ്കിൽ ആ എത്രയാണോ കുറവടച്ചത് ആ കുറവടച്ച ഭാഗത്തിന് ഇൻട്രസ്റ്റ് വരും. ആ കുറവടച്ച ഭാഗത്തിന് ബാക്കിയുള്ള മാസം 3 മാസത്തിന് എത്ര മാസം ഉള്ളത് വെച്ചാൽ അത്രയും മാസത്തേക്ക് ഇൻട്രസ്റ്റ് വരും. ഓക്കെ, എത്ര പെർസെന്റേജ്? 1%. ഇത്രയാണ് കുട്ടികളെ നമുക്ക് അഡ്വാൻസ് ടാക്സിൽ പഠിക്കാനുള്ളത്. ഇവിടെ ജസീർ ചോദിച്ചത്, സാർ ബിസിനസ് ഇൻകം കൃത്യമായിട്ട് അറിയുന്നു. ബിസിനസിന് 2 ഓപ്ഷൻ ഉള്ളത്. ബിസിനസിന്റെ ഒരു പുതിയ ബിസിനസ്സുകാരനാണെങ്കിൽ അയാൾ ഈ പറയുന്നതിൽ ന്യായമുണ്ട്. പുതിയ ബിസിനസ്സുകാരനാണെങ്കിൽ ഓക്കെ, അയാൾ പറയുന്നത് കറക്റ്റ് ആണ്, ശരിയാണ്, എനിക്ക് എത്രയോ ബിസിനസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പുതിയ ബിസിനസ് ആണ്, ഓക്കെ. പക്ഷേ ഒരുപാട് വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത് പറയാൻ പറ്റില്ല. കാരണം അയാള് ഒരു പ്രൊഫഷണലിനെ ഡിപ്പെൻഡ് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് അറിയേണ്ടതല്ലേ. ഇപ്പൊ ഞാൻ 10 കൊല്ലമായിട്ട് ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ഏകദേശം അറിയില്ലേ. കോവിഡ് പോലത്തെ സാഹചര്യങ്ങളല്ലാതെ ബാക്കിയുള്ളവർക്കൊക്കെ അറിയില്ലേ. ഓക്കെ, ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് ഏകദേശം അറിയില്ലേ എത്ര ബിസിനസ്. അത് അറിയില്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളില്ലേ, അവരെ കോണ്ടാക്ട് ചെയ്യും, അവർ ചെയ്തു തരും, അവരത് കൃത്യമായിട്ട് പറഞ്ഞു തരും അത് എത്രയാണെന്നുള്ളത്. അങ്ങനെയാണ് ഇവിടെ ഓപ്ഷൻ പറയുന്നത്. സോ ദിസ് ഈസ് അഡ്വാൻസ് ഇൻകം ടാക്സ്. മക്കളെ നോക്കുക എല്ലാവരും, എന്താണ് അഡ്വാൻസ് ടാക്സ്? അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടത് അതാത് വർഷമാണ്. 10,000-ൽ കൂടുതൽ ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. ഓക്കെ, 10,000-ൽ കുറവാണെങ്കിൽ അഡ്വാൻസ് ടാക്സ് അടയ്ക്കണ്ട. അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടത് ജൂൺ 15, ദെൻ സെപ്റ്റംബർ 15, ഡിസംബർ 15, മാർച്ച് 15, അങ്ങനെ 3 മാസം ഗ്യാപ്പ് ഇട്ടിട്ടാണ്. ആദ്യത്തെ 3 മാസത്തില് 15%, പിന്നത്തെ 3 മാസത്തില് 45%, പിന്നത്തെ 3 മാസത്തില് 75%, പിന്നത്തെ 3 മാസത്തില് 100%. അങ്ങനെയാണ് അടയ്ക്കേണ്ടത്. ഓക്കെ, സപ്പോസ് നിങ്ങൾ അടയ്ക്കാൻ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അതിന് ചില എക്സംഷൻസ് ഉണ്ട്. ആദ്യത്തേതിൽ 15 എന്നുള്ളത് ഒരു 12% അടച്ചാലും നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും, കുഴപ്പമില്ല. 45 എന്നുള്ളത് ഒരു 36% അടച്ചാലും എക്സംഷൻ കിട്ടും. അതേസമയം പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് അതിലെ എക്സംഷൻ കിട്ടില്ല, ഇൻട്രസ്റ്റിന്റെ കാര്യത്തിൽ എക്സംഷൻ കിട്ടില്ല. പിന്നെ ലോട്ടറി അടിക്കുന്ന കാര്യം, ക്യാപിറ്റൽ ഗെയിൻ, പുതിയ ബിസിനസ്, അവരോടൊന്നും അങ്ങനെ കൃത്യമായിട്ട് അഡ്വാൻസ് ടാക്സ് അടയ്ക്കണമെന്ന് പറയുന്നില്ല. അതിനൊന്നും അഡ്വാൻസ് ടാക്സിന് പിഴ വരില്ല. അതൊക്കെ ആ അസസ്മെന്റ് ഇയർ കഴിഞ്ഞിട്ട് അസസ് ചെയ്തതിനു ശേഷം അടച്ചാൽ മതി. സപ്പോസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ വീഴ്ച വരുത്തിയാൽ ആ മാസം, ഏത് മാസമാണോ വീഴ്ച വരുത്തിയത് അത് മുതൽ തുടർന്ന് അങ്ങോട്ട് ഈ അഡ്വാൻസ് ടാക്സ് ക്ലിയർ ചെയ്യുന്നത് വരെയുള്ള മാസം വരെ ഓരോ ശതമാനം വെച്ചിട്ട് ഇൻട്രസ്റ്റ് വരും. ഇപ്പൊ ഞാൻ ജൂണിൽ അടയ്ക്കേണ്ട ടാക്സ് ഞാൻ ജൂണിൽ അടച്ചില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ ജൂണിൽ അടച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഞാൻ അഡ്വാൻസ് ടാക്സ് അടച്ച് ക്ലിയർ ചെയ്തത് 3 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ 3 മാസത്തിനും എന്തുവരും, ഒരു പെർസെന്റേജ് വെച്ചിട്ട് 1% വെച്ചിട്ട് ഇൻട്രസ്റ്റ് വരും. ഓക്കെ, ദിസ് ഈസ് ദ ചാപ്റ്റർ അഡ്വാൻസ് ടാക്സ്. സാവധാനം മതി, തിരക്കൊന്നുമില്ല. 100% മനസ്സിലായി എന്ന് വെച്ചാൽ ഒന്ന് എന്നോട് യെസ് എന്ന് പറയാം, സർ ക്ലിയർ ആണ് സർ. നമ്മുടെ ടെക്സ്റ്റ് ഉണ്ട് കയ്യില്, ടെക്സ്റ്റിലെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ടെക്സ്റ്റ് നിങ്ങൾ കഴിയുന്നതും വാങ്ങാൻ പറ്റുമെന്ന് നോക്കൂ കേട്ടോ. അല്ല സാർ എനിക്ക് ഇന്നൊരു കാര്യം മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ സാറ് പറഞ്ഞ ഇന്നൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല, ചോദിച്ചോളൂ. ചില കുട്ടികൾ ഇതിൽ എത്ര മാർക്ക്, ഇതിനെ ഒരു 10 മാർക്ക് വരെ വരാം കേട്ടോ. ക്ലിയർ ആണ്? ഏത് പോയിന്റ് ആണെന്ന് പറയണം കേട്ടോ. മുഹമ്മദ് അഫ്ലാഖ്, ഏത് പോയിന്റ് ആണ്, എന്താണ് മനസ്സിലാവാത്തത് പറയണം. വെറുതെ ഇത് മുഴുവൻ മനസ്സിലായില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്, അതോ എന്താണ് പോയിന്റ് ഏതാണെന്നുള്ളത് നോക്കണേ. നിങ്ങൾക്ക് ഏത് പോയിന്റ് ആണ് ഇനി ക്ലാരിറ്റി കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ അത് പറയൂ കേട്ടോ. നോട്ട് സെക്ഷൻ അല്ലേ? നോട്ട് വളരെ ചെറുതാക്കിയിട്ടാണ് നമ്മൾ നോട്ടിന്റെ കാര്യം.
നോട്ട് ഒന്നുകൂടെ പറയാം, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നമ്മൾ ആദ്യത്തെ എല്ലാവരും ഒന്ന് ആൻസർ പറയാം. ആദ്യത്തെ 3 മാസം കഴിയുമ്പോൾ ജൂൺ 15-ാം തീയതി ഞാൻ തരാം. ആദ്യത്തെ ഇപ്പൊ എല്ലാവരും പറയൂ, ആദ്യത്തെ 3 മാസം കഴിയുമ്പോൾ എത്ര ശതമാനം അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം? ഒന്ന് ഉത്തരം പറഞ്ഞ എല്ലാവരും. ആദ്യത്തെ 3 മാസം കഴിയുമ്പോൾ എത്ര ശതമാനം അടയ്ക്കണം? 15% അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് ഒരാള് അയാള് ആത്മാർത്ഥമായിട്ട് തന്നെ അയാള് എല്ലാ ഇൻകംസും ആഡ് ചെയ്യാനായിട്ട് നോക്കി. ഇപ്പൊ മുഹമ്മദ് അഫ്ലാഹാണ് ചോദിച്ചത്, പിന്നെ വേറെ ആരോ ഒരു കുട്ടി കൊണ്ട് ചോദിച്ചു. അപ്പൊ അയാള് ഇപ്പോ ഞാൻ ചോദിക്കുന്നത്, അയാള് ഒരു 14% അടച്ചു. 15% അടയ്ക്കേണ്ടത്, 14% അടച്ചു. അയാൾക്ക് ഇൻകം ടാക്സ് അഡ്വാൻസ് ടാക്സിൽ വീഴ്ച വരുത്തിയ കാരണം കൊണ്ട് ഗവൺമെന്റ് പലിശ വാങ്ങുമോ, ഇൻട്രസ്റ്റ് വാങ്ങുമോ? 15 അടയ്ക്കേണ്ട സ്ഥലത്ത് 14 അടച്ചു, വാങ്ങുമോ? ഇല്ല. ജസ്റ്റിഫയബിൾ അല്ലേ? വളരെ ജസ്റ്റിഫയബിൾ ആണ്. കാരണം 15 അടയ്ക്കേണ്ടതാണ്, അയാൾ 14, നോ പ്രോബ്ലം. ഓക്കെ. 10% അടച്ചു, ഇൻട്രസ്റ്റ് വാങ്ങുമോ? യെസ് ഓർ നോ? 10% അടച്ചു, ഇൻട്രസ്റ്റ് വാങ്ങുമോ? യെസ്. അതാണ് നോട്ട് എ. അതാണ് നമ്മുടെ നോട്ട് എ എന്ന് പറയുന്നത്. അതായത് മുഹമ്മദ് അഫ്ലാഹും അതുപോലെ ഡൗട്ട് ചോദിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. 15 അടയ്ക്കേണ്ട സ്ഥലത്ത് 13, 12 വരെ അടച്ചാലും കുഴപ്പമില്ല. അതിന് താഴത്തേക്ക് പോയി എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് പോകും. അപ്പോ എന്തുകൊണ്ട് ഇയാൾ 13 അടച്ചു വെച്ചാൽ ഇയാൾക്ക് അറിയില്ലായിരുന്നു ഇത് ഇത്രയും സാലറി കൂട്ടി കിട്ടുന്നോ എന്നുള്ള കാര്യം അയാൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. അതാണ് പോയിന്റ് എ പറയുന്നത്. അതുപോലെ തൊട്ടടുത്ത ഇൻസ്റ്റാൾമെന്റിൽ 45 അടയ്ക്കേണ്ട സ്ഥലത്ത് 36 അടച്ചാൽ മതി. 36-ൽ താഴത്തേക്ക് പോയാൽ ഇൻട്രസ്റ്റ് വരും. 36-ൽ താഴത്തേക്ക് പോയാൽ ഇൻട്രസ്റ്റ് വരും. ക്ലിയർ ആണോ? അതാണ് നോട്ടിലത്തെ പോയിന്റ്. നോട്ടിലെ എ എന്ന് പറഞ്ഞ പോയിന്റ്. പിന്നെ ബി എന്ന് പറഞ്ഞ, ഇപ്പൊ ഡൗട്ട് ചോദിച്ചവര് പ്രത്യേകിച്ചും പറയട്ടോ. ബി എന്ന് പറഞ്ഞ പോയിന്റില് ലോട്ടറിക്ക് അഡ്വാൻസ് ടാക്സ് അടച്ചില്ല, നോ പ്രോബ്ലം. ക്യാപിറ്റൽ ഗെയിൻ അഡ്വാൻസ് ടാക്സ് അടച്ചില്ല, നോ പ്രോബ്ലം. ഓക്കെ. പുതിയ ബിസിനസ്സിന് അഡ്വാൻസ് ടാക്സ് അടച്ചില്ല, നോ പ്രോബ്ലം. അതിനൊന്നും ഇൻട്രസ്റ്റ് വരില്ല. 15-ന് എബവ് ആയാൽ ഒരു കുഴപ്പമില്ല. 15-ൽ കൂടുതൽ നിങ്ങൾക്ക് അടയ്ക്കാം, നിങ്ങൾ അടച്ചോളൂ. മിനിമം 15 അടയ്ക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ അടയ്ക്കും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? 15 അടയ്ക്കാൻ പറഞ്ഞാൽ 15-നേക്കാൾ കൂടുതൽ അടയ്ക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? 15 അടയ്ക്കാൻ പറഞ്ഞാല് 15-നേക്കാൾ കൂടുതൽ അടയ്ക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടോ? കുറവാണ് അല്ലെ? എന്തായാലും എന്റെ അഭിപ്രായത്തിൽ കുറവാണ്. ഇനി അങ്ങനെ അടച്ചെടുത്തവരുണ്ടോന്ന് ഞാൻ അങ്ങനെ ആരെയും അധികം കണ്ടിട്ടില്ല. സാധ്യത കുറവാണ്, പക്ഷെ അടയ്ക്കാം. ആസ് പെർ പ്രൊവിഷൻ അങ്ങനെ അടയ്ക്കാം. എന്താ ലീഗലി ദർ ഇസ് നോ വഴി. പക്ഷെ ബിലോ ആണെങ്കിൽ പ്രശ്നമാണ്. യെസ്. ഇനി അഡ്വാൻസ് അടച്ചു എന്ന് വെച്ചാല് എന്ന് വിചാരിക്കാം. നമ്മൾ അഡ്വാൻസ് അടച്ചത് കൂടുതലാണെങ്കിൽ റീഫണ്ട് കിട്ടും കേട്ടോ. അഡ്വാൻസ് അടച്ചത് കൂടുതലാണെങ്കിൽ റീഫണ്ട് കിട്ടും. അതെ, അതാണ് അലി പറഞ്ഞതാണ് കറക്റ്റ്. കുറയ്ക്കാൻ പറ്റുമോ നോക്കുന്നവരായിരിക്കും കുറവ് അല്ലെ? 36 സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്, ഇത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ. നിങ്ങൾ ഈ ചാപ്റ്ററിലെ ജനറലി തിയറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മതി. പ്രോബ്ലംസ് അധികം വരാൻ സാധ്യത കുറവാണ്. തിയറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ഇതിൽ ഞാൻ പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ സാധാരണ അങ്ങനെ ചോദിക്കാറില്ല. തിയറി ഭാഗങ്ങൾ നോക്കാം കേട്ടോ. തിയറി ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ പിന്നെ പ്രോബ്ലം വേറെ ചാപ്റ്ററുകൾ ഇഷ്ടംപോലെ ഉണ്ട് ചോദിക്കാനായിട്ട്. സോ പ്രിപ്പയർ ഫോർ തിയറിറ്റിക്കൽ ആസ്പെക്ട്സ്. ഓക്കെ. പിന്നെ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് പ്രോബ്ലംസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ പിന്നീട് ചെയ്ത് നോക്കാം.
ഓക്കെ, ഞാൻ ജസ്റ്റ് അത് ആവശ്യത്തിന് ചെയ്തോളാം. സോ ക്യാൻ വി മൂവ് ടു ദ ലാസ്റ്റ് ചാപ്റ്റർ? നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യണം. ആർ യു റെഡി? പെർസെൻറ്റേജ് സ്ക്രീൻഷോട്ട് മുഹമ്മദ് ഹക്കീമിന് സ്ക്രീൻഷോട്ട് എടുത്തില്ല, അത് എടുക്കൂ വേഗം. ഇതാണ് കേട്ടോ പെർസെൻറ്റേജ്, വേഗം എടുത്തോളൂ. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങട്ടെ. യെസ് ഓർ നോ? യെസ്. യെസ്. അടുത്തേക്ക് പോകും അല്ലെ? ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ തിയറിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. തിയറിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് ഓൺ ആൻഡ് ഇൻകം ടാക്സ്. അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഈ ഇവിടെ എന്താണ് അസസ്മെന്റ് പ്രൊസീജിയർ, ഏതൊക്കെ ടൈപ്പ് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് ആണ് ഉള്ളത്, ഇൻകം ടാക്സ് അതോറിറ്റീസ് ഏതൊക്കെയാണ്? ഓക്കെ, ഇവിടെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു അസസ്മെന്റ് ആണ് സെൽഫ് അസസ്മെന്റ്. ഈ സെൽഫ് അസസ്മെന്റ് ഏറ്റവും ക്ലിയർ ആയിട്ട് അസസ് ചെയ്യുന്ന ആളുകൾ വോളണ്ടറിലി ഓർ ഇൻ റെസ്പോൺസ് ടു എ നോട്ടീസ്. ഇത് വോളണ്ടറിലി ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഇൻകം സ്വന്തമായി അസസ് ചെയ്ത് അതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ കയറി അത് ഫില്ല് ചെയ്ത് കൃത്യമായി ടാക്സ് അടയ്ക്കുക, റിട്ടേൺ ഫയൽ ചെയ്യണം. അതാണ് സെൽഫ് അസസ്മെന്റ്. ടാക്സ് അടയ്ക്കില്ല, ടാക്സ് അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ടുണ്ടാവും, റിട്ടേൺ ഫയൽ ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് ഞാൻ അടയ്ക്കുകയാണ്, അല്ല ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ക്ലെയിം ചെയ്യണം. ഇത് ചെയ്യുന്നത് അസസി ഹിംസെൽഫ്. അസസി സ്വന്തമായി ചെയ്തു. അയാൾ തന്നെ അയാളുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തു, അയാൾ തന്നെ അയാളുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു, അയാൾ തന്നെ അയാളുടെ ഇൻകം ടാക്സ് ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് അയാൾ അടയ്ക്കുന്നു, അല്ലെങ്കിൽ ഡോക്യുമെന്ററി എവിഡൻസ് ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അത് അയാൾ അടയ്ക്കുന്നു, അഡ്വാൻസ് ഉണ്ടെങ്കിൽ അഡ്വാൻസ് അയാൾ ക്ലെയിം ചെയ്യും. ഇതാണ് സെൽഫ് അസസ്മെന്റ്. വളരെ കൃത്യമായി ടാക്സ് അസസ് ചെയ്യുന്ന ആളുകളെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത്. വളരെ കൃത്യമായി ടാക്സ് അസസ് ചെയ്യുന്ന ആളുകളെല്ലാം. ഓക്കെ, ഇതാണ് സെൽഫ് അസസ്മെന്റ്. പിന്നെ സമ്മറി അസസ്മെന്റ് ആണ് രണ്ടാമത്തെ. ഈ സമ്മറി അസസ്മെന്റ് ഇപ്പൊ ഇങ്ങനെ അസസ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ നാട്ടില്. ഞാൻ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൃത്യമായിട്ട് സെൽഫ് അസസ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ചില ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. ഈ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളാന്ന് പറയാം. കൃത്യമായിട്ട് ടാക്സ് ഒക്കെ അദ്ദേഹം ചെയ്യും. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചിട്ട് കൃത്യമായി ഫയൽ ചെയ്ത് അടയ്ക്കുന്നതാണ് പറയുന്നത്. ഇതാണ് സെൽഫ് അസസ്മെന്റ്. ഇനി സമ്മറി അസസ്മെന്റ്. സമ്മറി അസസ്മെന്റ് എന്ന് പറഞ്ഞാല് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ അസസ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ അസസ്മെന്റ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മൾ ചെയ്തിട്ടുള്ള അസസ്മെന്റിലെ മിസ്റ്റേക്കുകൾ തിരുത്തുന്നു, ആവശ്യമാണെങ്കിൽ വേരിഫിക്കേഷൻസ് ചെയ്യുന്നു. പക്ഷെ നമ്മളെ അവര് ഓഫീസിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു എവിഡൻസിനായിട്ട് നമ്മളോട് ഓഫീസിലേക്ക് വരാൻ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോ അവര് നമ്മുടെ മിസ്റ്റേക്കുകൾ തിരുത്തുന്നു. ടാക്സ് കാൽക്കുലേഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് അവര് തിരുത്തുന്നു. പക്ഷെ അസസി ഈസ് നോട്ട് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഹിസ് ബുക്സ് ഓർ ഈസ് നോട്ട് കോൾഡ് ടു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്.
അവർ നമ്മളെ മെസ്സേജിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് മെയിൽ ചെയ്യുകയോ ചെയ്യുന്നല്ലാതെ നമ്മളെ വിളിച്ച് ഓഫീസിൽ വരുത്തുക അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് പരിശോധിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇതാണ് സമ്മറി അസസ്മെന്റ്. ഈ സമ്മറി അസസ്മെന്റ് ആരാ ചെയ്യുക? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുക. അപ്പൊ നമ്മളൊരു സെൽഫ് അസസ്മെന്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ് ആണ് സത്യം പറഞ്ഞാൽ സമ്മറി അസസ്മെന്റ്. ഓക്കെ, അതിന്റെ ഒരു റെസ്പോൺസ് ആണ് സമ്മറി അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടെണ്ണമായിട്ടോ, ഞാൻ അവസാനം നിങ്ങൾക്ക് സമയം തരാം ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ. മൂന്നാമത്തെ അസസ്മെന്റ് ആണ് റെഗുലർ അസസ്മെന്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ലാസ്റ്റ് സമയം തരാം കേട്ടോ. മൂന്നാമത്തെ അസസ്മെന്റ് ആണ് റെഗുലർ അസസ്മെന്റ്. ഈ റെഗുലർ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാള് അത് കൂടുതലും എന്താന്ന് വെച്ചാല് നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റില് എന്തെങ്കിലും ഒരു ഫ്രോഡലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയാസ്പദമായ സസ്പീസിയബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ, സസ്പെക്റ്റബിൾ ആയിട്ടുള്ളത് അങ്ങനെ ഉണ്ടെങ്കിലാണ് റെഗുലർ അസസ്മെന്റിലേക്ക് കിടക്കുക. അപ്പൊ നമ്മൾ അതിനെ ഓഫീസിലേക്ക് വിളിക്കും, റീസണബിൾ ഓപ്പർച്യൂണിറ്റി തരും, എക്സ്പ്ലെയിൻ ദ ഡിസ്ക്രിപ്പൻസീസ്, ഇനാക്യുറൻസീസ്, ഒമിഷൻസ്, നമ്മൾ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്കുകൾ തിരുത്താനുള്ള സമയം തരും. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം തരും. റൂൾ ഓഫ് എവിഡൻസ് അപ്ലിക്കബിൾ ആവും, എവിഡൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയും. അങ്ങനെ എവിഡൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവര് ഒരു ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ചെയ്യും. ഓക്കെ, അവിടെ എവിഡൻസ് ഇല്ലെങ്കിൽ, ആ എവിഡൻസ് ഇല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസർ നമ്മുടെ ഒരു റിട്ടേൺ അയാളുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഫയൽ ചെയ്യും. അപ്പൊ അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അസസിക്ക് പെനാൽറ്റി അടയ്ക്കേണ്ടി വരും, ലീഗൽ പ്രൊസീഡിങ്സ് എന്താന്ന് വെച്ചാൽ അത് എടുക്കേണ്ടി വരും, പിന്നെ പുതിയ ഫാക്റ്റുകളൊന്നും സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, റീഫണ്ടും കിട്ടില്ല. ഐ റിപ്പീറ്റ് ഇറ്റ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. ആദ്യത്തെ സെൽഫ് അസസ്മെന്റ് ആണ്, സ്വന്തമായി ചെയ്യുന്നത്. രണ്ടാമത്തെ സമ്മറി അസസ്മെന്റ് ആണ്, നമ്മൾ സബ്മിറ്റ് ചെയ്ത റിട്ടേൺസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് പരിശോധിച്ചിട്ട് അതിന് മീതെ ചെയ്യുന്നതാണ് സമ്മറി അസസ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ അതിൽ എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടെത്തി എന്ന് വിചാരിക്കാം, അതിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സിന് എന്തെങ്കിലും വിഷയങ്ങൾ കണ്ടെത്തി എന്ന് വിചാരിക്കാം. അപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സമ്മറി അസസ്മെന്റോട് കൂടിയിട്ട് അവസാനിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ റെഗുലർ അസസ്മെന്റ് ചെയ്യും. അതായത് നമ്മളെ ഓഫീസിലേക്ക് വിളിക്കും, നമ്മൾ വേണ്ട ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരാവശ്യപ്പെടുന്ന എവിഡൻസുകൾ നമ്മൾ കാണിക്കേണ്ടി വരും. അങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിൽ അവർ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ചെയ്യും. അതായത് അവരുടെ ഇഷ്ടപ്രകാരം അസസ്മെന്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ഇൻകം, ടാക്സ്, ഇൻട്രസ്റ്റ്, ഇത്തരം സംഭവങ്ങളൊക്കെ ഇൻകം ടാക്സ് ഓഫീസർ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, he has the right to calculate the total income and compute tax and interest. പിന്നീട് അപ്പൊ പെനാൽറ്റി ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും, പ്രോസിക്യൂഷൻസ് ചെയ്യേണ്ടി വരും, അതിന്റെ പുതിയ രേഖകൾ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടാതെ വരും, റീഫണ്ടുകൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് 3 ടൈപ്പ് അസസ്മെന്റുകൾ. ഈ 3 ടൈപ്പ് അസസ്മെന്റുകളാണ് സാധാരണ ഉള്ളത്. സോ ഫസ്റ്റ് വൺ ഈസ് സെൽഫ്, ദെൻ സെക്കൻഡ് വൺ ഈസ് summary assessment, and the third one is regular assessment. ഈ റെഗുലർ അസസ്മെന്റിൽ എവിഡൻസ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞുകൂടാ, പ്രശ്നങ്ങളില്ല. അങ്ങനെ എവിഡൻസ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ചെയ്യും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? 3 അസസ്മെന്റ് കേട്ടോ. ഈ 3 മീനിങ് എന്താണ്? പിന്നെ ഒന്നുകൂടെ ഉണ്ട്, അത് ഞാൻ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ടൈം വേണം. ഈ 3 അസസ്മെന്റ് ക്ലിയർ ആണെങ്കിൽ അടുത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഈ 3 അസസ്മെന്റ് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണ് കുട്ടികളെ? ഡെൻസി എന്തോ ചോദിക്കുന്നുണ്ട്. സാർ സ്ക്രീൻഷോട്ട് എടുക്കണം എന്ന് പറയുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള പേജ് ഞാൻ കാണിച്ചു തരാം. ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാർ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് അസസ്മെന്റ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്? ഒരു എസ് എ ആയിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഒരു എസ് എ ആയിട്ട് സാധാരണ ചോദിക്കാം. ഡെൻസി ആണെന്ന് തോന്നുന്നു. ആരോ ഒരാള് നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് വെച്ചാല് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണേ.
ചില കുട്ടികൾക്ക് നെറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് സാർ, അത് കാരണം കൊണ്ട് ഒന്ന് എന്തെങ്കിലും ഒന്ന് ബ്രീഫായിട്ട് പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡയഗ്രാം അത് ജസ്റ്റ് കാണിച്ചു തന്നു. ഓക്കെ, ഇതിലെ ഇത്രയുള്ളൂ ഇതുവരെ പറഞ്ഞത്. നമ്മൾ സ്വന്തമായി സബ്മിറ്റ് ചെയ്യുന്ന അസസ്മെന്റിന്റെ പേര് സെൽഫ് അസസ്മെന്റ് എന്നാണ്. അതിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന റെസ്പോൺസിന്റെ പേര് സമ്മറി അസസ്മെന്റ് എന്നാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള രേഖകളും കാര്യങ്ങളും, ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കണം എന്ന് പറഞ്ഞ കുട്ടി എടുക്കും അല്ലെ. നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള രേഖകളും കാര്യങ്ങളും ഒന്നും, അത് തെളിവുകളും അതൊന്നും ശരിയല്ലെങ്കിൽ അവർ നമ്മളെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട് റെഗുലർ അസസ്മെന്റ് ചെയ്യും. അതിന് വേറെ പേരും കൂടെ ഉണ്ട്, സ്ക്രൂട്ടിനി അസസ്മെന്റ് ചെയ്യും. അപ്പൊ അവർ പറയും ഇന്ന രേഖകളൊക്കെ കൊണ്ടുവരണം, നിങ്ങളത് സബ്മിറ്റ് ചെയ്ത് ശരിയായിട്ട് എനിക്ക് വിശ്വാസയോഗ്യമല്ല, രേഖകൾ കൊണ്ടുവരണം എന്ന് പറയും. അങ്ങനെ കൊണ്ടുവരാൻ നമ്മൾ മടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇൻകം ടാക്സ് ഓഫീസർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. അയാൾ തന്നെ നമ്മളെ അസസ് ചെയ്യും. എന്നിട്ട് അയാളൊരു ടോട്ടലിംഗും അയാളൊരു ഇൻട്രസ്റ്റും അയാളൊരു പെനാൽറ്റിയും പറയും, അത് അടയ്ക്കേണ്ടി വരും. പിന്നെ നമുക്ക് അതിന് അപ്പീൽ കൊടുക്കാൻ പോലും റൈറ്റ് ഇല്ല. അതാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. അതിന്റെ തിയറി ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? യെസ്, റീ അസസ്മെന്റ്. എന്താണ് റീ അസസ്മെന്റ്? ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് ആണ്. അതായത് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചില ആൾക്കാര് നമ്മൾ പറയും സാധാരണ ഒരു വർഷം കഴിഞ്ഞാൽ അസസ്മെന്റ് ഇയറിൽ ആണല്ലോ അസസ്മെന്റ് നടക്കുക. അപ്പൊ ഈ അസസ്മെന്റ് കഴിഞ്ഞാൽ ആ ഒരു വർഷം കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് പറയും. ഇല്ല, 4 വർഷം വരെ അസസിംഗ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിന്റ് കമ്മീഷണർ ക്യാൻ അപ്രൂവൽ ഇഫ് ദ പ്ലീസ്. ഇതിങ്ങനെയാണ്, ഒരാൾ ഇൻകം എസ്കേപ്പിംഗ് നടത്തി എന്ന് തെളിഞ്ഞാൽ, അതായത് അയാൾ ഇൻകം വെട്ടിക്കാനുള്ള ശ്രമം നടത്തി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു നോട്ടീസ് അയക്കും. സെക്ഷൻ 148 അനുസരിച്ച് അയാൾക്ക് ഒരു നോട്ടീസ് അയക്കും. അങ്ങനെ സെക്ഷൻ 148 അനുസരിച്ച് ഒരു നോട്ടീസ് അയച്ച് അയാൾക്ക് അസസിംഗ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിന്റ് കമ്മീഷണർ ദെൻ അപ്രൂവൽ ഇഫ് ദ ജോയിന്റ് കമ്മീഷണർ ടു ഇഷ്യൂ ദ നോട്ടീസ് അപ് ടു 4 years. 4 വർഷം വരെ അതിനുള്ള അധികാരമുണ്ട്. ഇപ്പൊ ഈ വർഷം നിങ്ങൾ ഇൻകം ടാക്സ് വെട്ടിക്കാൻ ശ്രമിച്ചാൽ അടുത്ത 4 വർഷത്തിനുള്ളിൽ ഇവർക്ക് ഇത് വീണ്ടും വീണ്ടും എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യം ഉണ്ടായാൽ 4 വർഷത്തിനുള്ളിൽ റീ അസസ്മെന്റ് ചെയ്യാനുള്ള അധികാരം ജോയിന്റ് കമ്മീഷണർക്ക് ഉണ്ട്. അത് ജോയിന്റ് കമ്മീഷണറുടെ റാങ്കിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. 4 വർഷം കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, 4 വർഷം കഴിഞ്ഞാൽ പിന്നെ റീ അസസ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴാണ് ചെയ്യുക? അതിപ്പോ പല പല സാഹചര്യങ്ങളിലാവാം. ഇപ്പൊ ഈ പറഞ്ഞ റീ അസസ്മെന്റ് എന്ന് പറയുന്ന കാര്യം സാർ എപ്പോഴാണ് ഈ റീ അസസ്മെന്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ സമയത്താണ് റീ അസസ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ സമയത്താണ് സാർ? ഒന്ന്, നോ റിട്ടേൺ ഫയൽ ചെയ്താൽ, റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഓക്കെ, പിന്നെ ഇൻകം അണ്ടർ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ഇൻകം റിലേറ്റഡ് ടു എനി അസറ്റ് ഔട്ട്സൈഡ് ഈസ് എസ്കേപ്ഡ്, ഏതെങ്കിലും അസറ്റിന് മീതുള്ള ഇൻകം എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ when there is any information document is found understated, എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്താൽ, ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണെന്ന് തെളിഞ്ഞാൽ ഒക്കെ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് ചെയ്യാം. എന്താണ് ലാസ്റ്റ് പറഞ്ഞത്? ഒരു അസസ്മെന്റ് ഇയർ കഴിഞ്ഞു, അസസ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഈ അസസ്മെന്റ് ഒക്കെ കഴിഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് രക്ഷപ്പെട്ടു വിചാരിക്കണ്ട. 4 വർഷം വരെ വീണ്ടും കുത്തിപ്പോക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ഇൻകം കുറച്ച് കാണിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ബോധ്യപ്പെട്ടാൽ, നമ്മൾ ഏതെങ്കിലും അസറ്റ് ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ബോധ്യപ്പെട്ടാൽ, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ 4 വർഷത്തിനുള്ളിൽ ജോയിന്റ് കമ്മീഷണറുടെ റാങ്കിന് താഴത്തേക്കുള്ള ഒരാള് മുകളിലേക്കുള്ള ഒരു ഓഫീസർക്ക് നമ്മളതിനെ റീ അസസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിനെ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് എന്നാണ് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് ഓർ നോ? എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വാട്ട് ഈസ് റീ അസസ്മെന്റ് ആൻഡ് വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ റീ അസസ്മെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണോ കുട്ടികളെ? ഇതാണ് റീ അസസ്മെന്റ്. റീ അസസ്മെന്റിന്റെയാണ് പറഞ്ഞത്. വാട്ട് ഈസ് റീ അസസ്മെന്റ് ആൻഡ് വാട്ട് ആർ ദ റീസൺസ് ഫോർ റീ അസസ്മെന്റ്? എന്താണ് റീ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് റീ അസസ്മെന്റിന്റെ റീസൺസ്?
Okay. Yes. ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ. റീ അസസ്മെന്റ് എല്ലാവരും നോട്ട് ചെയ്തു. വെരി ഗുഡ്. ഇനി ഇൻകം ടാക്സ് അതോറിറ്റീസ് ആരൊക്കെയാണ്? അതാണ് ലാസ്റ്റ് ടോപ്പിക്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇൻകം ടാക്സ് അതോറിറ്റീസ് ഏതൊക്കെയാണ്? ഇതിൽ 44A എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അധികം ആവശ്യം വരുന്നില്ല. ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഏജൻസിയാണ്. ദിസ് ഈസ് എ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി. ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിനെ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ്. ഇത് റവന്യൂ മിനിസ്ട്രിയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഹയസ്റ്റ് ഇൻകം ടാക്സ് അതോറിറ്റിയാണ്. 1964 അത് സ്ഥാപിതമായത്. ഗവൺമെന്റിന്റെ റവന്യൂ ഡയറക്ട് ടാക്സ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സ്ഥാപനമാണ്. അതായത് ഇൻകം ടാക്സിനെ കൺട്രോൾ ചെയ്യുന്നത് CBDT എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. അത് ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ്. ഇതിനകത്ത് ഏറ്റവും ഉയർന്ന റാങ്കിലേക്കുള്ള ഓഫീസറുടെ പേര്, CBDTയിലെ ഓഫീസറുടെ പേര് ഡയറക്ടേഴ്സ് ആണ്. ഇത് സാധാരണ IAAS ഓഫീസേഴ്സ് ആയിരിക്കും. അതായത് ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സർവീസ് എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. അത് പാസ്സായിട്ടുള്ള ആളുകളാണ് പിന്നീട് അവിടെ എത്തിപ്പെടുന്നത്. തൊട്ടു താഴെ ഡയറക്ടേഴ്സിന്റെ തൊട്ടു താഴെ അഡീഷണൽ ഡയറക്ടേഴ്സ് ആണ് ഉണ്ടാവുക. ഇവരുടെ ഹൈറാർക്കിയാണ് പറയുന്നത്. പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് ആണ് ഉണ്ടാവുക മൂന്നാമത്. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണ് ഇൻകം ടാക്സിന്റെ ഉണ്ടായിരിക്കുക. പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ആണ് ഉണ്ടായിരിക്കുക. പിന്നെ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ആണ്. ഈ ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഗ്രി ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടികളില്ലേ, ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് UPSC പരീക്ഷ എല്ലാ വർഷവും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് UPSC അല്ല, SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. SSC എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഉണ്ട്, PSC ഒക്കെ പോലത്തെ. ഈ SSC നടത്തുന്ന എല്ലാ വർഷവും സാധാരണ ഒരു പരീക്ഷ നടത്താറുണ്ട് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അവര് ആ പരീക്ഷയിൽ ഉയർന്ന റാങ്ക് വാങ്ങി പാസ്സാകുന്ന കുറച്ച് ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് കയറി പറ്റാൻ പറ്റും. ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക്. പിന്നെ പ്രൊമോഷൻ കിട്ടിയിട്ട് പതുക്കെ നമുക്ക് മുകളിലേക്കൊക്കെ എത്താം ഉള്ള സാധ്യത ഉണ്ട്. നല്ല സാലറികളുള്ള ഇതാണ്. നിങ്ങൾ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കയറി നോക്കുക. എല്ലാ വർഷവും സാധാരണ മെയ് മാസത്തിലൊക്കെയാണ് എക്സാം നടക്കാറ്. ഈ വർഷത്തെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മെയ് മാസത്തിലാണ് സാധാരണ എക്സാം നടക്കാറ്. ഇൻകം ടാക്സ് ഓഫീസേഴ്സ്. പിന്നെ ടാക്സ് റിക്കവറി ഓഫീസേഴ്സ് അതിന് താഴെ പിന്നെ ഇൻസ്പെക്ടേഴ്സ്. ഈ ഇൻസ്പെക്ടേഴ്സിന്റെ റാങ്കിലേക്കും സാധാരണ SSC എക്സാം നടത്താറുണ്ട്. അത് +2 ലെവൽ എക്സാം ആണ്. +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് +2 ലെവൽ എക്സാം ഉണ്ടെന്ന് തോന്നുന്നു. അതിപ്പോ ഞാൻ അതിന്റെ ക്വാളിഫിക്കേഷൻ കൂട്ടിയിട്ടോന്ന് അറിയില്ല. ഇത് പോസ്റ്റ് ഗ്രാജുവേഷനും മറ്റത് ഡിഗ്രി ആക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല എനിക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഏറ്റവും താഴ്ന്ന പോസ്റ്റാണ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയും. ഓക്കെ. അപ്പൊ സാധാരണ ഈ ഒരു ഇതാണ് നമ്മുടെ ഇൻകം ടാക്സ്, ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹൈറാർക്കി. ഒന്നുകൂടെ പറയാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് CBDT ആണ്. ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ ഇരിക്കുന്നത് ഡയറക്ടേഴ്സ് ആണ്. പിന്നെ അഡീഷണൽ ഡയറക്ടേഴ്സ് ആണ്. പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് ആണ്. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആണ്. അത് കഴിഞ്ഞ പിന്നെ ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, പിന്നെ ടാക്സ് റിക്കവറി ഓഫീസേഴ്സ്, ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്. ഇതൊക്കെ നമ്മൾ പല ക്വാളിഫിക്കേഷനിലുള്ള ആളുകൾ ടെസ്റ്റ് ചെയ്ത് പാസ്സായിട്ട് കയറുന്നതാണ്. ഇതില് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടി അതായത് CA CMA പോലത്തെ കോഴ്സുകളൊക്കെ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ പോസ്റ്റിലേക്കൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സാം ഒക്കെ നടക്കാറുണ്ട്. ഇൻകം ടാക്സ് ഓഫീസർ എന്നുള്ള പോസ്റ്റിലേക്കുള്ള എക്സാം നടക്കുന്നത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് ഈ പരീക്ഷകളൊക്കെ നടത്തുന്നത്. SSC ആണ്. ഇപ്പൊ നിങ്ങൾ CMA ക്വാളിഫൈഡ് ആണ്, CA ക്വാളിഫൈഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ എന്നുള്ള പോസ്റ്റിലേക്കൊക്കെ ഡയറക്റ്റ് എക്സാം എഴുതിയിട്ട് കയറാൻ പറ്റും. അപ്പോഴും എക്സാം എഴുതണം, എക്സാം പാസ് ആവണം, എന്നതിനെ പറ്റുള്ളൂ കയറാനായിട്ട്. എന്നാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. Okay, yes, this is income tax authorities in India. Is it clear, my dear boys and girls? Clear ആണോ കുട്ടികളെ? TAN എന്താന്ന് ചോദിക്കുന്നുണ്ട്. ടാക്സ് ഡിഡക്റ്റഡ് അക്കൗണ്ട് നമ്പർ ആണ് TAN.
ടാൻ എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റഡ് അക്കൗണ്ട് നമ്പർ ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ, ഇതോടെ നമ്മുടെ ഇൻകം ടാക്സ് ഉള്ള സബ്ജക്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇൻകം ടാക്സ് ഉള്ള സബ്ജക്റ്റ് നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി പറയാൻ പോകുന്നത് ഇൻകം ടാക്സിലെ, ഓക്കെ, നാളെ മുതൽ നമ്മൾ GST സ്റ്റാർട്ട് ചെയ്യും. ഇനി ശ്രദ്ധിച്ചു കേൾക്കാൻ ഞാൻ പറയാൻ പോകുന്നത് 2-3 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സർ, വിച്ച് ആർ ദ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ്? എന്തൊക്കെയാണ് ഈ ഇൻകം ടാക്സിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്? ഓരോ ചാപ്റ്ററിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇൻകം ടാക്സിന്റെ ഭാഗത്ത്? നമുക്ക് ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ആയിരിക്കും. ആ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ അവസാനം പഠിച്ചിട്ടുള്ള ചാപ്റ്ററുകളിൽ നിന്നായിരിക്കും. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് സാധാരണഗതിയിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 5 ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ്, 5 ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അവിടെ GSTയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ഇൻകം ടാക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അവസാനത്തെ ചാപ്റ്ററുകളിൽ നിന്നാണ് കൂടുതലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത. പിന്നെ കൂടുതലും ഈ ലിമിറ്റുകളൊക്കെ, ഓരോ ലിമിറ്റുകൾ, പെർസെൻറ്റേജുകൾ, അതൊക്കെയാണ് വരിക. പിന്നെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞാല് പിന്നെ സാധാരണഗതിയിൽ വരാറുള്ളത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് തിയറി. ഈ 2 മാർക്കിന്റെ തിയറി ക്വസ്റ്റ്യൻസിൽ ഇൻകം ടാക്സിൽ വരുന്നത് ഇപ്പോ ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് ടാക്സ് റിബേറ്റ്, വാട്ട് യു മീൻ ബൈ റിട്ടേൺ ഓഫ് ലോസ്. അപ്പോ അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരിക കൂടുതലും അവസാനം പഠിച്ച ചാപ്റ്ററുകളിൽ നിന്നാണ്. റിട്ടേൺ ഫയലിംഗ്, അഡ്വാൻസ് ടാക്സ്, ഓക്കെ, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്. ഇപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത ഭാഗത്തു നിന്നാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരും. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് എന്നുള്ള ചാപ്റ്റർ, റിട്ടേൺ ഓഫ് ലോസ്, റിട്ടേൺ ഫയലിംഗിന്റെ ചാപ്റ്റർ, ഡേറ്റുകൾ, അഡ്വാൻസ് ടാക്സ്, TDS, TCS, അതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ വരുന്നത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 4 മാർക്കിന്റെയാണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ കൂടുതലും വരിക എന്താണ്, നമ്മളിപ്പോ പഠിച്ച ഡിഡക്ഷൻസ്, വിച്ച് ആർ ദ ഡിഡക്ഷൻസ്, ഇമ്പോർട്ടന്റ് ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ GST എന്നും വരാം. പിന്നെ എന്താണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം മാർജിൻ റിലീഫ് എന്നൊരു തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മാർജിൻ റിലീഫ് എന്താന്നുള്ളത് ഞാൻ അതൊന്നും നിങ്ങൾ ഓർമ്മിപ്പിക്കുക, എനിക്ക് ലാസ്റ്റ് ക്ലാസ്സിലെ മാർജിൻ റിലീഫ് പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ 4 മാർക്ക് ക്വസ്റ്റ്യൻ പിന്നെ വരുന്ന ഒരു ഏരിയ ക്ലബിങ്ങിന്റെ ഏരിയ ആണ്. ക്ലബിങ്ങിന്റെ റൂള്, അതുപോലെ സെറ്റ് ഓഫിന്റെ റൂള്. ഓക്കെ, ക്ലബിങ്ങിന്റെ റൂള്, സെറ്റ് ഓഫിന്റെ റൂള്, ഇതൊക്കെയാണ് നമ്മുടെ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് വരെ. ഞാനിപ്പോ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇതാ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. 4 മാർക്ക് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അതിൽ വെയിറ്റേജ് കൂടുന്നു മാത്രം. ഇനി അതൊക്കെ തിയറിയാണ്. ഇനി പ്രോബ്ലംസ് ഏതൊക്കെയാണ് ചോദിക്കുക? പ്രോബ്ലംസ് 80G, സെക്ഷൻ 80G 4 മാർക്ക്, 8 മാർക്ക്, സെറ്റ് ഓഫിന്റെ ക്വസ്റ്റ്യൻ 4 മാർക്ക്, സെക്ഷൻ 80C 4 മാർക്ക്. ഓക്കെ, ഇതൊക്കെ നമുക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. പ്രോബ്ലം വരാൻ സാധ്യതയല്ല, 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. എസ്സേ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് വാട്ട് ഈസ് എ റിട്ടേൺ ഓഫ് ഇൻകം ആൻഡ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ടാക്സ്, ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. വാട്ട് ഈസ് എ റിട്ടേൺ ഓഫ് ഇൻകം ആൻഡ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ്. ഓക്കെ, അങ്ങനെയാണ് എസ്സേ വന്നത്. ആ റിട്ടേണിന്റെ ചാപ്റ്റർ ഇന്നലെ പഠിച്ചിരുന്നു, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് അത് വരണം നിർബന്ധമില്ല. സെറ്റ് ഓഫിന്റെ റൂൾ എസ്സേ വരാം. സെറ്റ് ഓഫിന്റെ റൂൾസ്, വാട്ട് ആർ ദ റൂൾസ് റിഗാർഡിംഗ് സെറ്റ് ഓഫ്, എസ്സേ വരാം. ക്ലബിങ്ങിന്റെ റൂള് എസ്സേ വരാം. എനി ഡിഡക്ഷൻസ് ഫ്രം 80C to 80U എസ്സേ വരാം. ഇതൊക്കെ തിയറി എസ്സേ വരാം. പ്രോബ്ലം എസ്സേ വരാം. GTI കാണാൻ വരാം. ടോട്ടൽ ഇൻകം കാണാൻ വരാം. പിന്നെ അതായത് നമ്മുടെ ടോട്ടൽ ഇൻകത്തിന്റെ ചാപ്റ്റർ നിന്നാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരാം. ഇതൊക്കെ എസ്സേ വരാം. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇൻകം ടാക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 80% മാർക്ക് കിട്ടിക്കഴിഞ്ഞു. 80 മാർക്സ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ 100% വരുന്നതാണ്. അപ്പൊ ഈ ഒരു പുതിയ പാറ്റേണിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു വർഷമേ വന്നിട്ടുള്ളൂ, പക്ഷെ ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
ഇത്രയുമാണ് നമ്മുടെ ഇൻകം ടാക്സ് എന്നുള്ള ഇൻകം ടാക്സിന്റെ ഒരു ഓവറോൾ. അപ്പോ ഇത് നിങ്ങൾക്ക് പ്രോബ്ലം അത്ര ഉണ്ടായിരിക്കും കേട്ടോ. പ്രോബ്ലം എന്ന് പറയുന്നത് എസ് എ ഒരു 15 മാർക്കിന്റെ എസ് എ ഉണ്ടാവും, ഒരു 80C ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു 80G ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു 4-5 ക്വസ്റ്റ്യൻ ആണ് പരമാവധി പ്രോബ്ലം ഉണ്ടായിരിക്കും. തിയറി ആയിരിക്കും കൂടുതൽ. തിയറി അത്യാവശ്യം ഉണ്ടായിരിക്കും, ഈക്വൽ ആയിരിക്കും നടത്താം. ഇൻകം ടാക്സിൽ പൊതുവെ തിയറി അത്യാവശ്യം നന്നായി വരും. പ്രോബ്ലംസും തിയറിക്കും തുല്യ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേപ്പറാണ് ഇൻകം ടാക്സ്. 15 മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം വരെ എസ് എ. ഇനിയിപ്പോ ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന് അറിയാൻ പറ്റില്ല. നിങ്ങളിപ്പോ ഈ പുതിയ ഭാഗം വരുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് വരിക. ഇനി പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് CBDT ഒന്നും അത്ര ഇമ്പോർട്ടൻസ് അല്ല, അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. CBDT എന്നൊക്കെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ വന്നു അത്രേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫുൾ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ 5 ഹെഡുകൾ ഉണ്ടല്ലോ, ഈ പ്രാവശ്യം 5 ഹെഡുകൾ ഇല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതൊന്ന് പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രോബ്ലം ഒക്കെ ഇടാം, അത്യാവശ്യം നല്ല പ്രോബ്ലംസ് ഇടാം. പക്ഷെ ഇതിന്ന് പ്രോബ്ലംസ് അങ്ങനെ ഇടാൻ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാർക്കൊന്നും അത്ര വലിയ ഐഡിയ ഉള്ള ആൾക്കാരല്ല, അതുകൊണ്ടാണ് പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th സെമ്മിൽ പറഞ്ഞ സാലറി ഒരു എസ് എന്തായാലും ഇടാം, ഹൗസ് പ്രോപ്പർട്ടി അല്ല സോറി ബിസിനസ് എസ് ഇടാം, ഹൗസ് പ്രോപ്പർട്ടിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഗ്രാറ്റുവിറ്റിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് 4 മാർക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ടായില്ലേ. പെൻഷൻ ചോദിക്കാം, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചോദിക്കാം, ക്യാപിറ്റൽ ഗെയിൻ ചോദിക്കാം, ഇതൊക്കെ ചോദിക്കാം കഴിഞ്ഞ പ്രാവശ്യം. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം നിങ്ങൾക്ക് പ്രോബ്ലം ഇട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം ശരിക്ക് നമ്മളിപ്പോ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്ലബിംഗ് എന്ന് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, സെറ്റ് ഓഫ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ അസസ്മെന്റ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ടൈറ്റ് പ്രോബ്ലംസ് ആണ്, ടഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ റേഞ്ച് ക്വസ്റ്റ്യൻസ് ഒന്നും സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിന് വരാറില്ല എന്നുള്ളതാണ്. ഇത് കാരണം ഒരു പ്രാവശ്യം നടന്നിട്ടുള്ളൂ, അപ്പൊ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ തിയറിക്കും കൂടി ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തോളാൻ പറഞ്ഞത്. ഇവരെന്താ വെച്ചാൽ അത്ര ആ റേഞ്ച് ക്വസ്റ്റ്യൻസ് ഒന്നും അവർക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർക്ക് അത്ര ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റായില്ല. പക്ഷെ ഇവിടെ കൂടുതൽ ഇവിടെ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്തോളാൻ പറയാം. ഓക്കെ, അപ്പൊ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. തിയറി ആണോ പ്രോബ്ലം ആണോ എന്നല്ല, രണ്ടും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ഒരു പൊടിക്ക് തിയറി ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്താലും പ്രശ്നങ്ങളില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് പഠിച്ചോളാൻ. ആ മെറ്റീരിയൽ തിയറി എല്ലാം വളരെ ചുരുക്കിയുണ്ട്, അപ്പൊ അത് നന്നായി പഠിച്ചോളാൻ പറയാനുള്ള കാരണം അതാണ്. ഓക്കെ, എന്തായാലും രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പൊ മക്കളെ, ഇത്രയൊക്കെയാണ് നമ്മൾക്ക് ഈ ഇൻകം ടാക്സിൽ നിങ്ങൾക്ക് തരാനുള്ള ഹെൽപ്പ്. ഇത്രയും ദിവസം നമ്മൾ ഇൻകം ടാക്സിന് മുകളിൽ സ്പെൻഡ് ചെയ്തു, അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്പെൻഡ് ചെയ്ത ടൈമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ മുതൽ നമ്മൾ GST സ്റ്റാർട്ട് ചെയ്യും. GSTയും ഏകദേശം 40 മാർക്ക് തന്നെയാണ്. പക്ഷെ GST എല്ലാ ദിവസവും നമ്മൾ വൈകിട്ടാണ് ക്ലാസ് വെച്ചിട്ടുള്ളത്. ഓക്കെ, 7 മണി മുതൽ 9 മണി വരെയാണ് ക്ലാസ് വെച്ചിട്ടുള്ളത്. GSTയും തിയറിയാണ്. GST കൂടുതലും തിയറിറ്റിക്കൽ ആസ്പെക്ട് ആണ് കൂടുതൽ, എന്നാലും അതിൽ പ്രോബ്ലം ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇനി എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഇൻകം ടാക്സുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഡൗട്ടുകൾ നിങ്ങൾ എഴുതി കൊണ്ടുവന്ന് ചോദിക്കുക കേട്ടോ. എഴുതി കൊണ്ടുവന്നിട്ട് ചോദിക്കുക, അതാണ് വേണ്ടത്. നാളെ വരുമ്പോ എന്ത് ചെയ്യാം, നിങ്ങൾ ഇൻകം ടാക്സിന്റെ ഡൗട്ടുകൾ ഇപ്പൊ നമ്മളിത് പോയി പഠിക്കുമല്ലോ, പഠിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരുമല്ലോ, അങ്ങനെ ഡൗട്ടുകളൊക്കെ വരുമ്പോ വന്നിട്ട് എഴുതി വന്നിട്ട് ചോദിക്കുക കേട്ടോ. Okay, so meet you tomorrow. Tomorrow we will be discussing GST. Okay, yes. So all of you, very good night. Thank you all of you. ഒരു കുട്ടി എപ്പീൽസ് എന്താന്ന് ചോദിക്കുന്നുണ്ട്. എപ്പീൽ എന്താന്ന് വെച്ചാല് ഓക്കെ, ഒരു ഡൗട്ട് ഒരു കുട്ടി ചോദിച്ചു കണ്ടു, എപ്പീൽ എന്താണ്. എപ്പീൽ ചോദിച്ച ആള് മനസ്സിലാക്കേണ്ടതേ, എപ്പീൽ കൊടുക്കാന്ന് പറഞ്ഞാല് ഇപ്പോ ഞാൻ എന്റെ ഇൻകം ടാക്സ് കണക്കാക്കിയത് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞാൻ സെൽഫ് അസസ് ചെയ്തിട്ട് ഒരു ഇൻകം ടാക്സ് പറഞ്ഞിരുന്നു. ഡിപ്പാർട്ട്മെന്റ് സമ്മറി അസസ്മെന്റ് ചെയ്തിട്ട് വേറൊരു ഇൻകം ടാക്സ് ആണ് പറയുന്നത്. അപ്പൊ എനിക്ക് അതിനെതിരെ അപ്പൊ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ആ ടാക്സ് അടയ്ക്കണം തന്നെയാണ്. അപ്പൊ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് കോടതിയിൽ ഇതിനെതിരെ നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെതിരെ നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും. പക്ഷെ അത് സാധാരണ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല, അതൊരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. അപ്പൊ അയാൾ മുഖാന്തരം നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഇൻകം ടാക്സ് വേണമെങ്കിൽ എക്സംഷൻസ് ഒക്കെ ക്ലെയിം ചെയ്യാം, കുറച്ച് വാങ്ങുകയൊക്കെ ചെയ്യാം. അപ്പോ ഈ ഫൈനലായിട്ട് നമുക്ക് വന്നിട്ടുള്ള ടാക്സ് ലയബിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ അപ്പീൽ എന്ന് പറയുന്നത്.
ഓക്കെ, അത് നമുക്ക് ചെയ്യാൻ ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾ ഡിഗ്രി ഒക്കെ പഠിച്ച ആൾക്കാരാകുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കുറച്ചുകൂടെ ഒക്കെ ചെയ്യാൻ പറ്റും. സാധാരണക്കാരനെ ചെയ്യാൻ പറ്റില്ല, അത് പ്രൊഫഷണൽസ് ആണ് സാധാരണ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, then bye, thank you.